യെശയ്യാപ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇരട്ടിപ്പിൻ്റെ ഒരു കാര്യം പറയാൻ കഴിയും. ഞാനതല്ല പ്രസംഗിക്കാൻ പറയുവാൻ വേണ്ടി പോകുന്നത്. യെശയ്യാ 61-ന്റെ 7 വായിക്കുമ്പോൾ, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായ പ്രതിഫലമുണ്ട്, അതുപോലെ ലജ്ജയ്ക്ക് പകരം നിങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്കുണ്ടാകും. ആ വാക്യത്തിൽ തന്നെ ഇരട്ടിപ്പിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതെ നാണത്തിന് പകരം എന്തുകൊണ്ട് ഇരട്ടി പ്രതിഫലമുണ്ട്. എല്ലാവരും പറഞ്ഞാട്ടെ, ഇരട്ടി പ്രതിഫലം. തുടർന്നുള്ള നാളുകൾ പ്രതിഫലത്തിൻ്റെ നാളുകളാകട്ടെ, പിന്നെ അവകാശത്തിൻ്റെ നാളുകളാകട്ടെ. എന്തോ അവകാശ? ഇരട്ടി അവകാശം ഉണ്ടാകട്ടെ. യോബിന് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി ദൈവം തിരികെ കൊടുത്തു. യോബ് 42:12. സോ ഇരട്ടി അനുഗ്രഹവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ, ഇരട്ടി അനുഗ്രഹം നൽകട്ടെ. അതുപോലെ 1 തീമോഥെയോസിന്റെ ലേഖനത്തിൽ ശുശ്രൂഷകന്മാരെ കുറിച്ച് പറയുമ്പോൾ ചിലരെ ഇരട്ടി മാനത്തിന് എന്ന് 5-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ഇരട്ടി പ്രതിഫലമുണ്ട്, ഇരട്ടി അവകാശമുണ്ട്, ഇരട്ടി അനുഗ്രഹമുണ്ട്. പിന്നെ 1 തീമോഥെയോസ് 5:17 പറയുന്നു, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിനും യോഗ്യരായി എണ്ണുക. അപ്പോൾ ശുശ്രൂഷിക്കുന്ന നിങ്ങളൊക്കെ ഇരട്ടി മാനത്തിന് ഓഹരിക്കാരാകട്ടെ. ശബ്ദം ഉയർത്തി എല്ലാവരും പറയണം, ഇരട്ടി പ്രതിഫലം, ഇരട്ടി അവകാശം, ഇരട്ടി അനുഗ്രഹം, ഇരട്ടി മാനം. അങ്ങനെ എന്താണോ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നത്, 2-ാം മാസം 2-ാം തീയതി അതിൻ്റെ ഡബിൾ മെഷറായി, അതിൻ്റെ ഇരട്ടിയായി ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നിങ്ങളെ നടത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇത് ലോപത്തിൻ്റെ ദിവസങ്ങളല്ല, ഇത് വർധനവിൻ്റെ ദിവസങ്ങളാക്കി കർത്താവ് നമ്മുടെ ജീവിതത്തെ തീർക്കുകയും നടത്തുകയും ചെയ്യട്ടെ. ഒരു വിഷയത്തിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മളിങ്ങനെ ധ്യാനിച്ചു വന്നത്. അപൂർവം ചില ബുധനാഴ്ചകളിൽ മാത്രമേ തുടർന്നുള്ള മാസങ്ങളും ഞാൻ കാണുകയുള്ളൂ. ബാക്കി സഹോദരന്മാരൊക്കെ നിങ്ങൾക്കായി എന്നെക്കാൾ വളരെ നന്നായി ദൈവവചനം പറവാനും ശുശ്രൂഷിപ്പാനും നമ്മുടെ ഇടയിൽ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ശുശ്രൂഷ സമൂഹത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ മോശയുടെ അടുക്കൽ വന്ന് 2 പേർ കൂടാരത്തിലിരുന്ന് അതെ പ്രവചിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മോശ അസൂയപ്പെട്ടില്ല. മോശ ഇങ്ങനെയാണ് തിരിച്ചു പറഞ്ഞത്, യഹോവയുടെ ജനം എല്ലാവരും പ്രവാചകന്മാരും പ്രവാചികമാരും ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. സോ പ്രവചിക്കുന്ന ഒരു സമൂഹം, അതായിരുന്നു മോശയുടെ ആഗ്രഹം. അല്ലാതെ ഈ 68 അനുസരണമുള്ളവരായി മുന്നിൽ വന്നവരും 2 പേർ വരാത്തവരുമായിട്ടുള്ള 70 പേർ എന്നല്ല, ഒരു പ്രവചന സമൂഹം ആയി തീരുമാറാകട്ടെ. 1 കൊരിന്ത്യർ 14 വായിക്കുമ്പോൾ പൗലോസ് അത് തന്നെ ആവർത്തിക്കുന്നു, നിങ്ങളെല്ലാവരും പ്രവചിക്കണം. അതുകൊണ്ട് എല്ലാവരും ശുശ്രൂഷകളിൽ മുതിർന്നു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. കുറച്ചുകൂടെ നന്നായി ജീവിച്ച് കുറച്ചുകൂടെ നന്നായി ശുശ്രൂഷിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അതിന് ശുശ്രൂഷകന്മാരുടെ നല്ലൊരു സമൂഹം നമ്മുടെ സ്തോത്രം മധ്യത്തിലുണ്ട്. ദൈവം നിങ്ങളെ ഏവരെയും ബലപ്പെടുത്തട്ടെ. പക്ഷേ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം സ്തോത്രം കർത്താവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചാണ് നാം താരതമ്യ പഠനം നടത്തിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് താരതമ്യ പഠനം? ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്നതുപോലെ കർത്താവിൻ്റെ വരവിന് 2 ഈവൻസ്, 2 സ്തോത്രം കാര്യാദികൾ നടക്കുന്നതായി അവിടെ കാണുവാൻ ഗുണം കഴിയും. ചിലർ പൊതുവെ പറഞ്ഞു വരുന്നതായ രഹസ്യവരവും മറ്റൊന്ന് പരസ്യവരവും. രഹസ്യവരവും പരസ്യവരവും അതിൽ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് മേഘപ്രത്യക്ഷതയും മറ്റൊന്ന് മഹത്വപ്രത്യക്ഷതയും. അപ്പിയറൻസ് ഇൻ ദ ക്ലൗഡ് ആൻഡ് അപ്പിയറൻസ് ഇൻ ഗ്ലോറി. സ്തോത്രം. മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും, പരസ്യവരവും രഹസ്യവരവും. ഇതുപോലെ സ്തോത്രം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങളുടെ കൂടിച്ചേരലുകൾ പലപ്പോഴും നമുക്ക് കാണുവാൻ ഗുണം കഴിയും. ദ ലാംബ് ആൻഡ് ദ ലയൺ. കർത്താവ് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, അതേസമയത്ത് ആരാണ്? യഹൂദ ഗോത്രത്തിലെ സിംഹവുമാണ്. സ്തോത്രം.
ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, മറുവശത്ത് യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. ഇതുപോലെ ശലോമോന്റെ ആലയത്തിൽ 2 പില്ലറുകളായിരുന്നു ഉണ്ടായിരുന്നത്, യാക്കീനും ബോവസും. യാക്കീൻ ദൈവത്തിൻ്റെ വചനവും, ബോവസ് ദൈവത്തിൻ്റെ ആത്മാവിനെയും അത് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതുപോലെ പുതിയ നിയമത്തിൻ്റെ സഭയിൽ ഇന്ന് സ്തോത്രം ദൈവത്തിൻ്റെ വചനം ഒരു വശത്ത് അത് നിലകൊള്ളുന്നു, മറുവശത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവും നമുക്ക് ആവശ്യം. വചനവും ആത്മാവും, വചനവും ആത്മാവും, ലാംബ് ആൻഡ് ലയൺ, സ്തോത്രം കുഞ്ഞാടും യഹൂദ ഗോത്രത്തിലെ സിംഹവും. ഇതുപോലെ മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും, ദ റാപ്ചർ ഓഫ് ദ ചേർച്ച് ആൻഡ് ദ സെക്കൻഡ് കമ്മിങ്. യേശു കർത്താവിൻ്റെ സ്തോത്രം അതെ സഭയെ ചേർപ്പാനുള്ളതായ അതെ രഹസ്യവരവും, അതുപോലെ ഒലിമലകൾ നിൽക്കുന്നതായ പരസ്യവരവും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പലത് സ്തോത്രം അതിനെ തുടർന്ന് ദൈവകൃപയാൽ മനസ്സിലാക്കിയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയുടെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ദൈവകൃപയാൽ ഈ ആഴ്ച നാം സ്തോത്രം കേൾപ്പാൻ വേണ്ടി പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയെ ചേർപ്പാനുള്ളതായ ആ റാപ്ചർ, സഭയെ ചേർപ്പാനുള്ളതായ ആ കാര്യാദിയെക്കുറിച്ച്, സഭയെ ചേർപ്പാനുള്ളതായ രഹസ്യവരവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന 3 അധ്യായങ്ങളാണ് പൗലോസിൻ്റെ തൂലികയിൽ നിന്ന് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം, 1 തെസ്സലോനിക്ക ലേഖനം തന്നെ 5-ാം അധ്യായം, അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ഈ 3 അധ്യായങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരൊറ്റ സബ്ജക്റ്റാണ് ദ അപ്പിയറൻസ് ഇൻ ദ ക്ലൗഡ്, മഹത്വ പ്രത്യക്ഷതയാകുന്നതായ ദൈവത്തിൻ്റെ സ്തോത്രം അതെ സഭയെ ചേർപ്പാനുള്ള യേശു കർത്താവിൻ്റെ മടങ്ങിവരവ്. എന്നാൽ സെക്കൻഡ് കമ്മിങ് അതിൻ്റെ മറ്റൊരർത്ഥമാണ് സ്തോത്രം മേഘപ്രത്യക്ഷത. മേഘപ്രത്യക്ഷതയെക്കുറിച്ച് സ്തോത്രം 1 തെസ്സലോനിക്കർ 4, 1 തെസ്സലോനിക്കർ 5, 1 കൊരിന്ത്യർ 15. ഇതിൽ മേഘപ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, മേഘപ്രത്യക്ഷതയെക്കുറിച്ച് സ്തോത്രം അതെ 1 തെസ്സലോനിക്കർ 4, 1 തെസ്സലോനിക്കർ 5, 1 കൊരിന്ത്യർ ലേഖനം 15 അനുസരിച്ച് മേഘപ്രത്യക്ഷതയെക്കുറിച്ച് അത് വെളിപ്പെടുത്തുമ്പോൾ സ്തോത്രം മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച്, അപ്പിയറൻസ് ഇൻ ഗ്ലോറി, പരസ്യ വരവ്, മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നത് മത്തായി സുവിശേഷം 24, മർക്കോസ് സുവിശേഷം 13, ലൂക്കോസ് സുവിശേഷം 21, പഴയ നിയമത്തിൽ സഖറിയ പ്രവചനം 14, വെളിപ്പാട് പുസ്തകം 19. ഞാൻ ആവർത്തിക്കും, വെളിപ്പാട് പുസ്തകം 19, അതുപോലെ മത്തായി സുവിശേഷം 24, മർക്കോസ് സുവിശേഷം 13, ലൂക്കോസ് സുവിശേഷം 21 ഒക്കെ എഴുതിയിരിക്കുന്നത് യേശു കർത്താവിൻ്റെ അതെ 2-ാം വരവിനെക്കുറിച്ച്, മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ്. പഴയ നിയമത്തിലും കർത്താവ് യേശുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച്, മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എവിടെ? സഖറിയ 14 എന്ന് ഞാൻ പറഞ്ഞു, യെശയ്യാ പ്രവചനം 35, യെശയ്യാ പ്രവചനം 65, മീഖാ പ്രവചനം 4 തുടങ്ങിയ അധ്യായങ്ങളിലൊക്കെ യേശുവിൻ്റെ സ്തോത്രം മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മീഖാ 4 എന്ന് ഞാൻ പറഞ്ഞു, സ്തോത്രം യെശയ്യാ പ്രവചനം 35, യെശയ്യാ പ്രവചനം 65. എന്നാൽ സ്തോത്രം കർത്താവിൻ്റെ റാപ്ചർ ഓഫ് ദ ചേർച്ച്, മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയിട്ടില്ല. ഒരിക്കൽ കൂടെ, പഴയ നിയമത്തിൽ കർത്താവിൻ്റെ രഹസ്യവരവാക്കുന്നതായ ഉൾപ്രാവണത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുമ്പോൾ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം എന്ന് പറയുന്നത്. അതാണ് സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. കാരണം പഴയ നിയമത്തിൽ അത് പറഞ്ഞിട്ടില്ല. അത് പുതിയ നിയമത്തിൽ മറഞ്ഞു കിടന്നതായ ഒരു രഹസ്യമാകുന്നു. പല രഹസ്യങ്ങൾ ബൈബിളിലുണ്ട്. അതിലുള്ള ഒരു രഹസ്യമാണ് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ധാരാളം പ്രാവശ്യം ആ വാക്യം നമ്മൾ ഇന്ന് കേൾപ്പാൻ വേണ്ടി പോകുകയാണ്. അത് പഴയ നിയമത്തിൽ കേട്ടിട്ടില്ലാത്തതായ ഒരു രഹസ്യമായ ഒരു കാര്യമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അത് വളരെ വ്യത്യാസമാണ്, അത് വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ ചിലർ ചോദിക്കാം, റാപ്ചർ എന്ന പദം ബൈബിളിൽ ഇല്ലല്ലോ എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അത് ഇംഗ്ലീഷ് ഭാഷ മാത്രം കൈകാര്യം ചെയ്യുന്നവരുടെ ഒരു വാദം മാത്രമാണ്. റാപ്ചർ എന്ന പദം ഇംഗ്ലീഷ് ബൈബിളിൽ ഇല്ല എന്നുള്ളത് ശരിയാണ്. ഇംഗ്ലീഷ് ബൈബിൾ റാപ്ചർ എന്ന പദം ഇല്ല. എന്നാൽ ഞാൻ നിങ്ങളെ വളരെ സ്തോത്രം അതെ
വളരെ അതിശയിപ്പിക്കട്ടെ, ഗ്രീക്കിൽ റാപ്ചർ എന്ന പദം വരുന്നതായ സ്തോത്രം പദത്തിൽ തന്നെയാണ് ആ കർത്താവിൻ്റെ വരവെങ്കിൽ സഭ എടുത്തുകൊള്ളപ്പെടുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. എടുത്തുകൊള്ളപ്പെടുക എന്നതിന് സ്തോത്രം ക്യാരിഡ് അവേ ഓർ ഷിഫ്റ്റിംഗ് ഓർ caught up in the cloud എന്നൊക്കെയാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കഴിയുന്നത്. സ്തോത്രം ക്യാരിഡ് അവേ, അതെ, ഒരു സ്ഥലത്ത് നിന്ന് ക്യാരിഡ് അവേ, ഒരു സ്ഥലത്ത് നിന്ന് റാഞ്ചിക്കൊണ്ടുപോകുന്നു. നമുക്കറിയാം, നാട്ടിൻപുറത്തേക്ക് കടന്നുപോയാൽ കോഴികൾ വളർത്താറുണ്ട്. പട്ടണത്തിൽ നമ്മൾ കോഴികളെ ഈ ഫ്രീസറിൽ മാത്രമേ കാണത്തുള്ളൂ, അതും ചത്തതിന് ശേഷം. പക്ഷേ നാട്ടിൻപുറത്തേക്ക് പോയാൽ ചത്ത കോഴിയല്ല കാണാൻ പോകുന്നത്, പട്ടണത്തിൽ ചത്ത കോഴിയെ കാണാൻ പറ്റത്തുള്ളൂ. ഗ്രാമങ്ങളിൽ പോയാൽ ജീവനോടെ നടക്കുന്ന കോഴികളെ കാണുവാൻ കഴിയും. അമ്മമാർ, വലിയമ്മച്ചിമാർ ഒക്കെ ഈ കോഴികളെ പണ്ട് ഇപ്പോഴും എങ്ങനെയാണ് എന്നെ വിരിയിച്ച് ഇങ്ങനെ ഇറക്കുന്നതായ സമയത്ത് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ കുഞ്ഞായപ്പോൾ കുഞ്ഞെ എന്ത് ചെയ്യണം, സ്തോത്രം, അതിന് വന്ന് കാക്കയോ പരുന്തോ എടുത്തിട്ട് പോകാതിരിപ്പാൻ നോക്കിയാണ്. നോക്കിയിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പരുമ്പന്തും അതുപോലെയുള്ളതായ വലിയ വലിയ പക്ഷികൾ വന്ന് ഇതിനെ റാഞ്ചിക്കൊണ്ടുപോകും എന്നാണ് തിരുവനന്തപുരം മലയാളത്തിൽ പറയാറുള്ളത്. റാഞ്ചിക്കൊണ്ടുപോകും. സോ ഇത് തന്നെയാണ് ഷിഫ്റ്റിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. കർത്താവ് കടന്നു വന്ന് തൻ്റെ സഭയെ റാഞ്ചിക്കൊണ്ടുപോകുന്നു. ഏറ്റവും വിലയേറിയതായ സ്തോത്രം ഒരു കാര്യമാണ്. സോ അതാണ് റാപ്ചർ എന്നെഴുതിയിരിക്കുന്നത്. അത് ലാറ്റിൻ ബൈബിളിലുണ്ട്, ഫ്രഞ്ച് ബൈബിൾ അതങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, അതുപോലെ ഗ്രീക്കിലുമുണ്ട്. ഇംഗ്ലീഷിൽ മാത്രം നിർഭാഗ്യവശാൽ അതില്ല. ലാറ്റിൻ അതിൻ്റെ പദത്തിൻ്റെ പേര് റാപ്പിയോ എന്നാണ്. റാപ്പിയോ എന്ന പദത്തിൽ തന്നെയാണ് റാപ്ചർ എന്നെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം ചില അതേ ഭാഷകൾ മാത്രം എനിക്കറിയാം, അതുകൊണ്ട് ഇതില്ലാത്തതാണ് എന്നൊരിക്കലും പറയരുത്. ഇതുള്ള കാര്യമാണ്. ബൈബിൾ വളരെ വ്യക്തമായി പല സംഭവങ്ങളെ അതിന് സ്തോത്രം അതിന് അനുയോജ്യമായി എഴുതിയിട്ടുണ്ട്. ഈ റാപ്പിയോ എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള മാത്രമുള്ള ഒരു കാര്യമായിട്ട് മാത്രമല്ല എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ സ്വന്തം അനുഭവത്തെക്കുറിച്ചോ മറ്റൊരു സഹോദരൻ്റെ അനുഭവത്തെക്കുറിച്ചോ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. അനേക സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു. അത് വായിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇതാ 3-ാം സ്വർഗത്തോളം ഒരുവൻ എടുത്തുകൊള്ളപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് എഴുതിയിരിക്കുന്ന പദം ഈ റാപ്ചർ അല്ലെങ്കിൽ ലാറ്റിനിലാണെങ്കിൽ റാപ്പിയോ എന്ന പദം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ സ്തോത്രം പുതിയ നിയമത്തിലെ തികഞ്ഞ ഒരു സുവിശേഷകനുണ്ട്. പുതിയ നിയമത്തിലെ ഒരു തികഞ്ഞ സുവിശേഷകൻ, യേശു കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും തികഞ്ഞ ഒരു സുവിശേഷകൻ ആർക്കെങ്കിലും അറിയാമോ? അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമാണ് ആ മനുഷ്യനെ കുറിച്ച് നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പോസ് എന്നാണ്. 4 പെൺകുട്ടികളുടെ അപ്പനാകുന്ന ഫിലിപ്പോസ്. സ്തോത്രം. ആ ഫിലിപ്പോസ് ഇതാ സുവിശേഷം പറഞ്ഞ് നടക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 39-ാം വാക്യത്തിൽ ആഫ്രിക്കയിലെ ഒരു ആഫ്രിക്കക്കാരനാകുന്ന എത്യോപ്യ രാജ്ഞിയുടെ ഫിനാൻസ് മിനിസ്റ്ററെ താൻ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സ്തോത്രം ആ ഇന്റർ കോണ്ടിനെന്റൽ അനുസരിച്ച മനുഷ്യൻ സ്തോത്രം ഭൂഖണ്ഡാന്തരമായി ഒരുവനെ സ്നാനപ്പെടുത്തി. ഞാൻ പറയട്ടെ, അനുസരിക്കാതെ വീട്ടിരിക്കുന്നവൻ്റെ സഭയല്ല സ്തോത്രം വിശാലമാകുന്നത്. അനുസരിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മരുഭൂമിയെങ്കിൽ മരുഭൂമി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവൻ്റെ മിനിസ്ട്രിയാണ്, അവൻ്റെ സഭയാണ് വിശാലമാകുന്നത്. അങ്ങനെ അനുസരിച്ച് ഈ ഫിലിപ്പോസ് മരുഭൂമി ഗസ, ഇന്നത്തെ ഗാസ എന്നറിയപ്പെടുന്ന പട്ടണം, ഗസയിലൂടെ താൻ കടന്നു പോകുമ്പോൾ സ്തോത്രം അവിടെ ഇതാ ആ എത്യോപ്യയിലെ ആ ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ശേഷം അവിടെ ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് റാപ്പിയോ, ദൈവത്തിൻ്റെ ആത്മാവ് അവനെ സ്തോത്രം എടുത്തുകൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. അവനെ എടുത്ത് അവൻ്റെ ശുശ്രൂഷ തികയാത്തത് കൊണ്ട് വേറൊരു പട്ടണത്തിൽ നിർത്തി. സ്തോത്രം. അതെ, ഇന്നും വേണമെങ്കിൽ കർത്താവിന് അത് കഴിയും. പാസ്പോർട്ടില്ലാതെ, വിസയില്ലാതെ, പ്ലെയിനിൽ കയറാതെ, ക്വാറന്റൈനില്ലാതെ, മാസ്ക് കെട്ടാതെ, സാനിറ്റൈസറിൽ കുളിക്കാതെ ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്കോ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്കോ നാഷണൽ ഇന്റർനാഷണൽ ബോർഡറുകളെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ദാസന്മാരെ ക്രോസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്നും പരിശുദ്ധാത്മാവിന് കഴിയും. കാരണം ഈ കറുത്ത സ്തോത്ര ബൈൻഡിട്ട ഈ വെളുത്ത പുസ്തകത്തിൽ, ഈ വിശുദ്ധ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മുമ്മ കഥ അല്ല, ഇന്നും നടക്കുന്നതാണ്, നടന്നുകൊണ്ട് ഇരിക്കുന്നതാണ്. സോ റാപ്പിയോ, സ്തോത്രം, റാപ്ചർ.
ദൈവത്തിൻ്റെ കൃപയാൽ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങേണ്ടത് സ്തോത്രം ബൂസ്റ്റർ ഡോസിനോ 4ാം വാക്സിനോ അന്തിക്രിസ്തുവിനോ 666 ഒന്നുമല്ല നിങ്ങൾ ഒതുങ്ങേണ്ടത്. നിങ്ങൾ ഒരുങ്ങേണ്ടത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് ഒരുങ്ങേണ്ടത്. ദൈവത്തിൻ്റെ സഭ ഒരുങ്ങേണ്ടത് പണക്കാരാകാൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ സഭയാകേണ്ടത് നിത്യതയിലേക്ക് പോകുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സഭ ഒരുങ്ങേണ്ടത് കുറച്ചുകൂടെ യൂട്യൂബിൽ ഓഡിയൻസിനെ കൂട്ടാനല്ല. ദൈവത്തിൻ്റെ സഭ ഒരുങ്ങേണ്ടത് ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല. നിങ്ങളുടെ മുൻപിൽ 2 കാര്യമാണുള്ളത്. ഒന്ന്, യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. 2, സ്തോത്രം മറ്റുള്ളവരെ ഒരുക്കുക. ഒന്ന്, വരവിന് വേണ്ടി ഒരുങ്ങുക. ഈ വരവിന് വേണ്ടി ഒരുങ്ങുന്നു എന്ന് പറയുന്നവർ ബാക്കിയുള്ളവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക. ശബ്ദമുയർത്തിയ 2 പദങ്ങളും പറയാം. ഞാട്ടെ, ഒരുങ്ങുക, ഒരുക്കുക. ഒരിക്കൽ കൂടെ, ഒരുങ്ങുക, ഒരുക്കുക. ഇത് ഈ കാര്യം മാത്രമേ സ്തോത്രം സഭയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ നോക്കി പറവാനുള്ളൂ. ഒന്ന്, യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. മറ്റൊന്ന്, സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ ഒരുക്കുക. റാപ്ചർ എന്ന പദം അല്ലെങ്കിൽ ഉൾപ്രാപണം എന്ന പദം നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം ബൈബിളിൽ ഉൾപ്രാപണങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ വന്നത് സ്തോത്രം അതെ റാപ്ചറും സെക്കൻഡ് കമ്മിങ്ങും തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിന് വേണ്ടിയാണ്. എന്നാൽ റാപ്ചറിനെ കുറിച്ച് 1-2 കാര്യം കൂടെ പറഞ്ഞു പോകട്ടെ. സ്തോത്രം റാപ്ചർ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൾപ്രാപണം നടന്നിട്ടുണ്ട്. സ്തോത്രം അതിൽ ഒന്നാമത്തേതാണ് അതെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്താ ഹാനോക്ക് നടക്കാൻ സ്തോത്രം പ്രേരണയായി തീരുന്നത്? ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഭായോഗത്തിന് ഇപ്രകാരം പറഞ്ഞു. ആദാമുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. ആദാം അന്ന് ജീവിച്ചിരിക്കുകയാണ്. ആദാം ജീവിച്ചിരിക്കുമ്പോൾ സ്തോത്രം ഹാനോക്ക് നിശ്ചയമായി ആരെ കണ്ടിട്ടുണ്ട്? ആദാമിനെ കണ്ടിട്ടുണ്ട്. ആദാം സ്തോത്രം ആദിമ പിതാവായതുകൊണ്ട് നിശ്ചയമായി സംസാരിച്ചിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, എൻ്റെ ഭാവനയാണ്, ബൈബിളിൽ എഴുതിയിട്ടില്ല, എൻ്റെ ഭാവനയാണ്. ആദാം അപ്പച്ചൻ്റെ വീട്ടിൽ ഈ ചെറുക്കൻ ഹാനോക്ക് പോവുകയാണ്. ആദാമിന് ഏകദേശം 630 വയസ്സിന് മുകളിൽ പ്രായമുള്ളപ്പോഴാണ് ഹാനോക്ക് ജനിക്കുന്നത്. അവരേകദേശം 200 വർഷത്തോളം സമകാലികരായി ഈ ലോകത്തിലുണ്ടായിരുന്നു. അപ്പോൾ സ്തോത്രം ഹാനോക്ക് ചെറുക്കനാണ്, ആദാം അപ്പച്ചനാണ്. ആദാമിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴേക്കും നല്ലൊരു ഹാങ്ങറിൽ ഒരു ഉടുപ്പിട്ടയ്ക്കുന്നത് കണ്ടു. നല്ലൊരു ഹാങ്ങറിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു കോട്ട്, നല്ലൊരു ഉടുപ്പ് ഇട്ടേക്കുന്നത് കണ്ടു. അയ്യോ, എന്തൊരു നല്ല കോട്ടെന്നറിയോ? അതിൻ്റെ സ്റ്റിച്ചിങ് നോക്ക്. അതിന് സ്റ്റിച്ചിങ് അറിയാത്ത നിലയിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി സ്തോത്രം അങ്ങനെ ഒരു ഉടുപ്പ് കിടക്കുകയാണ്. അങ്ങനെ ഒരു ഉടുപ്പ് നിങ്ങൾക്ക് ഒരു ബ്രാൻഡഡ് കമ്പനിയിൽ നിന്നും ഇന്ന് വാങ്ങുവാൻ കഴിയത്തില്ല. നിങ്ങൾ ഏത് രാജ്യത്തിൽ പാർക്കുന്നവരാണെങ്കിലും അങ്ങനെ ഒരു ഉടുപ്പ് സ്തോത്രം അതെ ആർക്കും നിങ്ങൾക്ക് മേടിപ്പാൻ കഴിയത്തില്ല. കാരണം അത് മെയ്ഡ് ഇൻ എർത്ത് അല്ല, അത് മെയ്ഡ് ഇൻ ഹെവനാണ്. അത് ദൈവമാണ് അവൻ ആ ഉടുപ്പ് കൊടുത്തത്, ദൈവം കൊടുത്ത ഉടുപ്പ്. അപ്പോൾ ഈ ചെറുക്കൻ ഹാനോക്ക് ചോദിച്ചു കാണും, അപ്പച്ചാ ഇത് ഭയങ്കര ഉടുപ്പാണല്ലോ, ഇത് നല്ല ഉടുപ്പാണല്ലോ, ഇതെവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ അപ്പച്ചൻ ഹാനോക്ക് ഇപ്രകാരം പറഞ്ഞു കാണും, അത് നിൻ്റെ ആ വലിയ അമ്മച്ചി ഉണ്ടല്ലോ കിളവി, അവൾക്ക് സ്തോത്രം അതെ ആ പാമ്പിനേക്കാൾ നീളമേറിയ വല്ലാത്തൊരു നാക്കുണ്ടായത് കൊണ്ട് എനിക്ക് ഡിമോഷൻ വന്നപ്പോൾ, എന്നെ ഡിസ്മിസ് ചെയ്തപ്പോൾ ഇത് തന്നാണ് എന്നെ പുറത്താക്കിയത്. ദൈവം ഇത് തന്നാണ് എന്നെ പുറത്താക്കിയത്, ഇത് തന്നാണ് എന്നെ പുറത്താക്കിയത്. അതിന് മുൻപ് ഞാൻ ദൈവത്തോട് കൂടെ നടക്കുകയായിരുന്നു. സോ അങ്ങനെ ഹാനോക്ക് ആദാമിൽ നിന്ന് ദൈവത്തിനോട് കൂടെ നടക്കുവാനുള്ളതായ നടപ്പിനെക്കുറിച്ച് അവൻ കേട്ട് മനസ്സിലാക്കി ദൈവത്തോട് കൂടെ നടന്നു. അപ്പോഴാണ് സ്തോത്രം ദൈവത്തോട് കൂടെ നടക്കുന്നതിൻ്റെ പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയുന്നത്. 300 സംവത്സരം അവൻ കൂടെ നടന്ന ശേഷം സ്തോത്രം ലാറ്റിൻ ഭാഷയിൽ പറയുന്ന റാപ്പിയോ, ആ റാപ്ചർ അല്ലെങ്കിൽ ആ ഉൾപ്രാപണം ആർക്ക് സംഭവിച്ചു? ഹാനോക്കിനുണ്ടായി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ അവന് ഉൾപ്രാപണമുണ്ടായി. ഞാൻ പറയട്ടെ, തോന്നിയ വഴിക്ക് വടക്കം വഴിക്ക് നടക്കുന്നവനല്ല ഉൾപ്രാപണം ഉണ്ടാകുന്നത്, ദൈവത്തോട് കൂടെ നടക്കുന്നവനാണ് ഈ തലമുറയിൽ ഉൾപ്രാപണം ഉണ്ടാകുന്നത്. ചർച്ചിൽ വരുന്നവനും സ്തോത്രം അതേ തോന്നിയതുപോലെ ജീവിക്കുന്നവനുമല്ല ഉൾപ്രാപണം, പകരം സ്തോത്രം ദൈവത്തിനോട് കൂടെ നടക്കുന്നവനാണ് ഉൾപ്രാപണം. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. രണ്ടാമതായി സ്തോത്രം ഏലിയാവിൻ്റെ ഒരു ഉൾപ്രാപണം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഏലിയാവും എലീശായും ഒരുമിച്ച് നടക്കുകയാണ്. ഏലിയാവിനെ വളരെ നന്നായിട്ട് അറിയാം, ദൈവം എന്നെ ഇതാ സ്തോത്രം സ്വർഗത്തിലേക്ക് എടുപ്പാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതെ, ദൈവം എന്നെ എടുക്കുവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സ്തോത്രം ഏലിയാവ് എലീശായോട് പറയുന്നു, നീ ബഥേലിൽ പാർത്തുകൊള്ളുക,
നീ യെരിഹോവിൽ പാർത്തുകൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ടും ആര് മാറി നിൽക്കുന്നില്ല? എലീശ മാറി നിൽക്കുന്നില്ല. അവൻ ത്യാഗത്തോടെ, സമർപ്പണത്തോടെ, വില കൊടുത്ത് എലീശ ഏലിയാവിൻ്റെ പിന്നാലെ പോകുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ വിഷയമല്ലെങ്കിലും പറയട്ടെ, ത്യാഗത്തോടെ, സമർപ്പണത്തോടെ, വില കൊടുത്ത് ആരാണോ കർത്താവിൻ്റെ കൂടെ നടക്കുന്നത് അവർക്കുള്ളതാണ് ഇരട്ടി പങ്കിൻ്റെ അവകാശവും അഭിഷേകവും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സ്തോത്രം, എലീശ ഏലിയാവിൻ്റെ കൂടെ നടന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. സ്തോത്രം. അതെ, ഏലിയാവിന് ഒരു റാപ്പിയോ അല്ലെങ്കിൽ ഏലിയാവിന് ഒരു റാപ്ചർ ഉണ്ടാകുകയാണ്. ഏലിയാവിന് ഉൾപ്രാപണം സംഭവിക്കുന്നു. മരണം ചോദിച്ച് മരുഭൂമിയിൽ കിടന്നവനെ മരണം കാണാതെ ദൈവം എടുത്തു. അവന് ഇന്ന് രാത്രിയിലും മരിച്ചിട്ടേയില്ല. മരണം ചോദിച്ച് ബേർശേബ മരുഭൂമിയിൽ കിടന്നവൻ ഇന്ന് രാത്രിയിലും മരിച്ചിട്ടേയില്ല. അതുകൊണ്ട് മരണം ചോദിച്ച് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഈ അടുത്ത കാലത്തെങ്ങും നിങ്ങൾ തട്ടിപ്പോകത്തില്ല. കാരണം ദൈവം മരണത്തിൻ്റെ ദൈവമല്ല, അവൻ ജീവന്റെ അധിപതിയാണ്. സോവണ്ണം സ്തോത്രം, ഏലിയാവ് എടുത്തുകൊള്ളപ്പെട്ടു. സ്വർഗത്തിലെ അതേ അഗ്നി അശ്വങ്ങളും രഥങ്ങളും കടന്നു വന്ന് അവനെ കയറ്റിക്കൊണ്ടുപോയി. ഞാനിങ്ങനെ പറയാറുണ്ട്, ആഹാബിൻ്റെ രഥത്തിൽ ഏലിയാവേ നിന്നെ അവൻ കയറ്റി കാണത്തില്ല, പക്ഷേ സ്വർഗീയ രഥത്തിൽ ദൈവം നിന്നെ കയറ്റിക്കൊണ്ടുപോയി. മനുഷ്യൻ്റെ രഥങ്ങളിൽ നിങ്ങളെ കയറ്റാതെ പോകുമ്പോൾ ഭാരപ്പെടല്. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് ആരയക്കുന്നുണ്ട്? സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ സ്വർഗീയമായ രഥത്തിൽ സ്തോത്രം കയറി അവനിതാ ആ ചുഴലിക്കാറ്റിൽ അവനിതാ റാപ്ചറായി അവനിതാ സ്തോത്രം എടുത്തുകൊള്ളപ്പെട്ടു. അതേ കർത്താവ് യേശു ക്രൂശിൽ മരിക്കുന്നതായ സമയത്ത് കല്ലറകൾ തുറന്നു എന്ന് തിരുവചനം പറയുന്നു. അത് പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉൾപ്രാപണം എന്ന് ഞാൻ പറയട്ടെ. സ്തോത്രം. യേശു കർത്താവിൻ്റെ പുനരുദ്ധാനത്തിനു ശേഷം നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്നതായ പഴയ നിയമ വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്ന് അവർക്കൊരു ഉൾപ്രാപണം ഉണ്ടായി. അവർ കാത്തിരുന്നവരാണ്. ഇതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നതായ വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കർത്താവ് വീണ്ടും വരുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ കൊരിന്ത്യർ സഭയെ നോക്കി പൗലോസ് പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സോ എലീശായ്ക്ക് അറിയാം, ഇതാ ദൈവം എന്നെ എടുക്കുവാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ അതിനുവേണ്ടി ഹി വാസ് വെൽ പ്രിപ്പയർഡ്. അവൻ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നത് പോലെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ, TV വാർത്തകൾ കാണുമ്പോൾ, നാഷണലി ഇന്റർനാഷണലി ഉള്ള കുഴപ്പങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, അതെല്ലാം യേശുവിൻ്റെ മടങ്ങി വരവിൻ്റെ ഓർക്കസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്തോത്രം പ്രിപ്പറേഷൻ ആണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നാട്ടെ. സ്തോത്രം. ഈ ബൈബിൾ സ്റ്റഡി തീർക്കാൻ കഴിയുമോ അറിയത്തില്ല. അടുത്ത ഞായറാഴ്ച വീണ്ടും സഭായമുണ്ടോ അറിയത്തില്ല. വരുവാനുള്ളവൻ വരും, താമസിക്കുകയും ഇല്ല. അതിനുവേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ചരിത്രം കണ്ട ഏറ്റവും വലിയ ഉൾപ്രാപണം യേശു കർത്താവിൻ്റെ ഉൾപ്രാപണം തന്നെയാണ്. കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ കയറിപ്പോയി. യേശു തോറ്റിട്ടല്ല പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോയത്. യേശു സാത്താനെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, അതേ ലോകത്തെ ജയിച്ചു, പരീക്ഷകളെ ജയിച്ചു. കർത്താവ് ജയിച്ച വലിയൊരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും. യേശു സാത്താനെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പ്രലോഭനങ്ങളെ ജയിച്ചു. യേശു ജയിച്ചെങ്കിൽ നിങ്ങൾക്കും ജയിപ്പാൻ കഴിയും. അതുകൊണ്ട് ജയത്തിൻ്റെ ജീവിതമാണ് ആത്മീയ ജീവിതം. അതുകൊണ്ട് തോറ്റിട്ടല്ല കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിങ്ങൾ ഞാൻ നിൽക്കേണ്ടത്, ജയിച്ചിട്ട് ആണ് നിൽക്കേണ്ടത്. ജയിച്ചവരെ ചേർപ്പാൻ യേശു വേഗം വരുന്നുണ്ട്. വീണ്ടും ഉൾപ്രാപണത്തിൻ്റെ ലിസ്റ്റ് എല്ലാം പറയാൻ എനിക്ക് താല്പര്യമില്ല, സമയമില്ലല്ലോ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 സാക്ഷികൾ ഇതാ അന്ത്യകാലത്ത് ഇറങ്ങി നിൽക്കുകയാണ്. യെരുശലേം പട്ടണത്തിൽ 2 സാക്ഷികൾ നിൽക്കുന്നു. സ്തോത്രം. പ്രധാനമായും വേദപുസ്തക പണ്ഡിതന്മാരും അതുപോലെ അധ്യാപകരും പറയുന്നത് അത് ഹാനോക്കും ഏലിയാവും എന്നാണ്. കാരണം മോശ മരിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം. മാത്രമല്ല മോശയുടെ ശരീരത്തെക്കുറിച്ച് സാത്താൻ അവകാശം പറഞ്ഞു എന്നാണ് സഖരിയ പ്രവാചകൻ പറയുന്നത്. മോശ മരിച്ചത് കൊണ്ടാണ് മോശയുടെ ശരീരത്തെക്കുറിച്ച്, മോശയുടെ ബോഡിയെക്കുറിച്ച് എന്നവിടെ തിരുവചനം പറയുന്നത്. ഒരാൾ ജീവനോടെ ഉണ്ടെങ്കിൽ സ്തോത്രം അദ്ദേഹത്തിൻ്റെ ബോഡി
എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. സ്തോത്രം. ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ആ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്ന് അവരോട് ചോദിക്കുന്നത് എപ്പോഴാണ് ബോഡി കൊണ്ടുവരുന്നത്. അല്ലാതെ സ്തോത്രം ഓഫീസിൽ പോയിട്ട് പപ്പ എപ്പോൾ വരും, പപ്പ എപ്പോൾ ബോഡി വരും എന്ന് നമ്മൾ ചോദിക്കത്തില്ല. ചോദിച്ച കുഴപ്പമാണ്. സ്തോത്രം. അത് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ തന്നെ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ജീവനുള്ളവരെ കുറിച്ച് ഒരിക്കലും ബോഡി എന്ന് പറയാറില്ല. മരിച്ചവരെ കുറിച്ച് മാത്രമേ ശരീരം അഥവാ ബോഡി എന്ന് പറയത്തുള്ളൂ. അതുകൊണ്ട് മോശ മരിച്ചു എന്നതിന് അടയാളമാണ് മോശയുടെ ശരീരത്തെക്കുറിച്ച് സാത്താൻ അവകാശം പറഞ്ഞത്. ശുശ്രൂഷയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ക്രൈസ്റ്റ് സെൻ്റർ അനുഭവിച്ചിട്ടുണ്ട്. പലരും മരിച്ചു കഴിയുമ്പോൾ അയ്യോ ഞങ്ങളുടെ പാരമ്പര്യ പള്ളിയിലാണ്, ഞങ്ങളുടെ മതത്തിലാണ്, ഞങ്ങളാണ് അടക്കേണ്ടത് എന്ന് ആരവകാശം ചോദിച്ചാലും നമ്മൾ വിട്ടുകൊടുക്കും. കാര്യം എന്താണെന്നറിയോ? ബോഡി അവകാശം പറയുന്നവൻ ആരാ? പറ. ബോഡി അവകാശം പറയുന്ന ആരാ? ഒച്ചത്തിൽ പറ, എന്നാലേ അവൻ അടുത്ത് തന്നെ ഉണ്ട്, നന്നായിട്ട് കേൾക്കട്ടെ. സ്തോത്രം. അതെ, ബോഡി അവകാശം പറയുന്ന സാത്താനാണ്. എന്നാൽ ബോഡിയല്ല വലുത്, ആത്മാവാണ് വലുത്. ബോഡിയല്ല വലുത്, ആത്മാവാണ് വലുത്. സ്തോത്രം. മോശയുടെ ശരീരത്തെക്കുറിച്ച് അതേ സാത്താൻ അവകാശം പറഞ്ഞു. കാരണം മോശ മരിച്ചു. എന്നാൽ ഹാനോക്ക് മരിച്ചിട്ടില്ല, അതുപോലെ ഏലിയാവും മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും സ്തോത്രം ഇതാ ഇറങ്ങി നിൽക്കുന്നത്. എവിടെ? യെരൂശലേം പട്ടണത്തിൽ. ലോകം മുഴുവൻ നടുക്കുന്ന, ലോകം മുഴുവൻ കാണുന്ന ഭയങ്കര ശുശ്രൂഷ അവർ ചെയ്യുകയാണ്. അന്ന് അന്തിക്രിസ്തുവിനാണ് ഭരണം. അന്തിക്രിസ്തുവിന് സകല വെടിക്കോപ്പുകളും ബാമ്പുകളും മിസൈലുകളും സൈന്യവും എല്ലാം ഉണ്ട്. ലോകം സ്തോത്രം മുഴുവൻ അന്തിക്രിസ്തുവിന്റെ കീഴിലാണ്. എന്നാൽ ഇവർ രണ്ടുപേർ ദൈവത്തിന്റെ കീഴിലാണ്. ആര് ജയിക്കും? ഒരിക്കൽ നിങ്ങൾ മിസ് ചെയ്ത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ലോകം മുഴുവൻ അന്തിക്രിസ്തുവിന്റെ കീഴിലാണ്, ഇവർ രണ്ടുപേർ ദൈവത്തിന് കീഴിലാണ്. ആര് ജയിക്കും? ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവത്തിന് കീഴിലായിരിക്കുന്നവൻ മാത്രമേ ജയിക്കത്തുള്ളൂ. ദൈവത്തിന് കീഴിലുള്ളവനെ ജയിക്കത്തുള്ളൂ. അതേ, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായിരിക്കാം, പക്ഷേ ദൈവം അനുകൂലം എങ്കിൽ, പാറാവാക്കി, ദൈവം അനുകൂലമെങ്കിൽ യെസ്, പ്രതികൂലമാർ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് അവർക്ക് പ്രയർ വാരിയേഴ്സ് ഇല്ല. നമുക്ക് 159 മറ്റോ പ്രയർ വാരിയേഴ്സ് ഉണ്ട്. നമുക്ക് ഡെയിലി പ്രാർത്ഥിക്കാൻ 150-ലധികം, ഡെയിലി ഉപവസിക്കാൻ 159 മറ്റോ അതേ ആൾക്കാരാണ് ഡെയിലി ഉപവസിപ്പാനായി പേര് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി പേരെ ഇനി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ദയവായി രജിസ്റ്റർ ചെയ്താട്ടെ. സ്തോത്രം. അതെ, എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുമില്ല, ഉപവസിക്കാൻ ആളുമില്ല, ഡൊണേഷൻ കൊടുക്കാൻ ആളുമില്ല. ഭരണം മുഴുവൻ അന്തിക്രിസ്തുവിൻ്റെ കാലത്താണ്. എല്ലാം ദുരിതമായി കിടക്കുകയാണ്. പക്ഷേ ദൈവം അവരുടെ ശുശ്രൂഷ തികക്കാൻ സഹായിച്ചു. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, ഒന്നും എനിക്കില്ല എന്ന് പറയുന്നുവെങ്കിലും ദൈവം അനുകൂലമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്ത് തികയ്ക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. എല്ലാം പ്രതികൂലമാണെങ്കിലും, എല്ലാ വഴിയും വാതിലും വ്യക്തികളും ഹൃദയങ്ങളും ഒക്കെ നിങ്ങൾക്കെതിരെ അടഞ്ഞു കിടന്നാലും ദൈവം അനുകൂലമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വല്ലവനും ചെയ്യുന്നത് നിങ്ങൾ കാണത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്ത് തികയ്ക്കുവാൻ തൊക്കണം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെയിരിക്കും. അങ്ങനെ 3.5 വർഷം അവർ ശുശ്രൂഷിച്ച് കഴിഞ്ഞ ശേഷം അവരിതാ സ്തോത്രം അവരെ അന്തിക്രിസ്തു കൊന്നുകളയും. 3.5 ദിവസം അവരുടെ ശവമിത സ്തോത്രം എവിടെ കിടക്കും? 3.5 ദിവസം തെരുവിൽ കിടക്കും. യെരൂശലേമിൽ ഭയങ്കര ചൂടാണ്, 45 ഡിഗ്രി 50 ഒക്കെ ചൂടുള്ളതായ ആ ചുട്ടുപഴുത്ത് കിടക്കുന്നതായ ആ പട്ടണത്തിൽ 3.5 ദിവസം അവരുടെ ബോഡി കിടക്കുകയാണ്. ലോകം മുഴുവൻ അത് കാണും. CNN, ABC, BBC, NBC, ഏഷ്യാനെറ്റ്, MMTV എന്നൊക്കെ തുടങ്ങി നിരോധിക്കാത്ത ചാനലുകൾ ഒക്കെ എല്ലാം അത് കാണും. നിരോധിച്ചു പോയി. സ്തോത്രം. അതെ, നിരോധിക്കാത്ത ചാനലുകൾ മുഴുവൻ അത് സ്തോത്രം ലോകത്തിലെല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അങ്ങനെ 3.5 ദിവസം കഴിയുമ്പോഴേക്കും ഇതാ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വരും. ഈ 2 പേർ, ഈ സാക്ഷികൾ എഴുന്നേറ്റ് റാപ്പിയോ, ലാറ്റിനിൽ പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ ഉൾപ്രാപണം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റാപ്ചർ, സ്തോത്രം, ഉൾപ്രാപണം പ്രാപിച്ച് അവർ കരകയറിപ്പോകും. അതുപോലെ സ്തോത്രം. ഇതെല്ലാം ഞാൻ പറഞ്ഞ 2 സാക്ഷികളെ ഉൾപ്രാപണം, പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉൾപ്രാപണം, അതുപോലെ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് കരകയറിപ്പോയത്, ഹാനോക്ക് എടുത്തുകൊള്ളപ്പെട്ടത്, ഏലിയാവ് എടുത്തുകൊള്ളപ്പെട്ടത്. എന്നാൽ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വലിയ പെരുങ്കൂറ്റം, ഏറ്റവും വലിയ ജനസമൂഹം, ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വലിയ ജനസമൂഹത്തിൻ്റെ ഒരു ഉൾപ്രാപണം നടക്കുവാൻ വേണ്ടി പോകുന്നു. അത് കർത്താവ് സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ദൈവസഭയുടെ ഉൾപ്രാപണമാണ്.
ഇന്ന് രാത്രിയിൽ തന്നെ കോടിക്കണക്കിന് വിശ്വാസികൾ ലോകത്തിലെ എല്ലാ കോണുകളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയാട്ടെ, ആദ്യ നൂറ്റാണ്ടിൽ അപ്പർ റൂമിൽ ഇരുന്നവർ തുടങ്ങി, മാളികമുറിയിൽ ഇരുന്നവർ തുടങ്ങി, കഴിഞ്ഞ 2000 വർഷമുള്ള എത്ര കോടിക്കണക്കിന് വിശ്വാസികൾ, മിഷണറിമാർ, പ്രാസംഗികർ, ദൈവദാസന്മാർ, പാട്ടുകാർ ഇന്ന് ഭൂമിയിലുള്ളതിനേക്കാൾ എത്രയോ വലിയൊരു ജനസമൂഹം, നമ്മൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയൊരു കൂട്ടമാണ് ക്രിസ്തുവിന് മരിച്ചത്, അല്ലേ? അപ്പോൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയൊരു കൂട്ടം അതേ മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരുമായി ഒരുമിച്ച് കയറിപ്പോകുന്നതായ സ്തോത്രം, അതെ, റാപ്ചർ, സഭയുടെ ഉൾപ്രാപണം. എന്നാൽ അതിന് ശേഷം കൃത്യം 7 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതായ മറ്റൊരു കാര്യമാണ് ഏതാ? സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത്. ഇത് ഇൻട്രഡക്ഷൻ മാത്രമാണ്. എന്നാൽ സ്തോത്രം ഞാൻ പറയട്ടെ, ഇതിൻ്റെ രീതികൾ വ്യത്യാസമാണ്. ഏതിൻ്റെ? കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിലും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും തമ്മിലുള്ള അതിൻ്റെ രീതിക്ക്, അതിൻ്റെ മാനറിന്, അതിൻ്റെ വിധം, അത് നടക്കുന്ന വിധം വളരെ വ്യത്യസ്തമാണ്. അത് നടക്കുന്നതായ വിധം വളരെ വ്യത്യസ്തമാണ്. അതെ, സ്തോത്രം. കഴിഞ്ഞ 26-ാം തീയതി, ജനുവരി 26-ാം തീയതി എന്തോ ദിവസമായിരുന്നു? റിപ്പബ്ലിക് ഡേ ആയിരുന്നു. റിപ്പബ്ലിക് ഡേ നടക്കുന്ന രീതിയിലല്ലല്ലോ സ്വാതന്ത്ര്യദിനം നടക്കുന്നത്. റിപ്പബ്ലിക് ഡേക്ക് പ്രസിഡൻ്റാണ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നതെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിന് ആരാണ്? പ്രധാനമന്ത്രിയാണ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നത്. എക്സാക്ട്ലി ഇതേപോലെ തന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മേഘപ്രത്യക്ഷതയ്ക്കും മഹത്വ പ്രത്യക്ഷതയ്ക്കും തമ്മിൽ കാണുവാൻ ഗുണം കഴിയും. മേഘപ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത്, അതായത് കർത്താവിൻ്റെ രഹസ്യപരമെന്ന് ജനം പറയാറുണ്ട്. അതെ, ആ മേഘപ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സഭയുടെ ഉൾപ്രാപണത്തിൽ സംഭവിക്കുന്നത് 3 ശബ്ദത്തോടു കൂടിയാണ് കർത്താവ് കടന്നു വരുന്നത്. 3 ശബ്ദത്തോടു കൂടിയാണ് കർത്താവ് കടന്നു വരുന്നത്. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ പ്രത്യേകിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ശബ്ദങ്ങളില്ല. മഹത്വ പ്രത്യക്ഷതയിൽ പ്രത്യേകിച്ച് ശബ്ദങ്ങളില്ല. മേഘപ്രത്യക്ഷതയിൽ നടക്കുന്നത് 3 പ്രത്യേക ശബ്ദത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. എവിടെ ശബ്ദമുണ്ടോ അവിടെ കർത്താവുണ്ട് എന്ന് ഞാൻ പറയത്തില്ല. എവിടെയൊക്കെ ശബ്ദമുണ്ടോ അവിടെയെല്ലാം കർത്താവുണ്ട് എന്നൊന്നും ഞാൻ പറയത്തില്ല, എന്ന് പുസ്തകം പറയുന്നില്ല. പക്ഷേ കർത്താവ് എവിടെയുണ്ടോ അവിടെ ശബ്ദമുണ്ട്. എവിടെ ശബ്ദമുണ്ടോ അവിടെ കർത്താവില്ലെങ്കിലും കർത്താവ് എവിടെയാണോ ഉള്ളത് അവിടെ ശബ്ദമുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് സീനായി മലയിൽ ദൈവം ഇറങ്ങിയാണ്. ശബ്ദം ഉണ്ടായിരുന്നോ? 4000 വർഷങ്ങൾക്ക് മുമ്പ് ഹോരേബ് പർവ്വതം, അതിൻ്റെ മറ്റൊരു പേരാണ് സീനായി മല. ആ സീനായി മലയിൽ കർത്താവ് അതേ ജനത്തിന് നിയമം നൽകുവാൻ, വചനം നൽകുവാൻ, കൽപ്പന, ചട്ടങ്ങൾ ഒക്കെ നൽകാൻ കർത്താവ് ഇത് ഇറങ്ങി വന്നു. ആ സീനായി മലയിൽ നിന്നപ്പോൾ ശബ്ദം ഉണ്ടായിരുന്നോ? ദൈവം ഇറങ്ങി നിന്നപ്പോൾ സീനായി മലയിൽ നിന്നപ്പോൾ ശബ്ദം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എബ്രായലേഖനം 12-ാം അധ്യായം, അതുപോലെ പുറപ്പാട് പുസ്തകം 18, 19, 20 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഉയർന്നു വരുന്ന കാഹളധ്വനി, വലിയ ഭൂമി കുലുക്കം, സ്തോത്രം, അതുപോലെ ആരവാരം, ഇങ്ങനെ അതിഭയങ്കരമായ ശബ്ദവും ആകാശം വരെ കത്തി ഉയരുന്നതായ തീയുമുള്ളതായ ഭയങ്കര ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലാണ് കർത്താവ് ഇന്ന് സൗദി അറേബ്യയിൽ കാണുന്നതായ അന്നത്തെ സീനായി മലയിൽ ദൈവം ഇറങ്ങി വരുന്നത്. അതെ, സ്തോത്രം. 30 ലക്ഷം ജനം ഭയങ്കരമായി വിറച്ചു നിൽക്കുകയാണ്. കാര്യമെന്ത്? സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം എന്നരുളി ചെയ്ത എൽ ഏലിയോൻ, സർവശക്തനായ ദൈവം അവിടെ ഇറങ്ങുകയാണ്. മോശ പോലും ഭയന്നു പോയി. അപ്പോൾ ദൈവം എവിടെയാണോ ഇറങ്ങുന്നത് അവിടെ എന്തുണ്ടാകും? അവിടെ വലിയ ശബ്ദമുണ്ട്. എബ്രായലേഖനം 12-ാം അധ്യായം 18, 19 വാക്യങ്ങളിൽ ഒക്കെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കർത്താവ് ഇറങ്ങി നിൽക്കുന്നിടത്ത് അവിടെ ശബ്ദമുണ്ട്. വീണ്ടും ആ ശബ്ദത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 43-ാം വാക്യത്തിൽ ആ കല്ല് മാറ്റിയ ലാസറിൻ്റെ കല്ലറയിലേക്ക് ഉറ്റുനോക്കി, കല്ല് മാറ്റിയ ലാസറിൻ്റെ കല്ലറയിലേക്ക് ഉറ്റുനോക്കി യേശു കർത്താവ് പറഞ്ഞ ഒരു ശബ്ദം എന്താണ്? ലാസറേ പുറത്തു വരിക. അത് കർത്താവിൻ്റെ ഒരു നാദം തന്നെയാണ്. ലാസറേ പുറത്തു വരിക. മനസ്സിൽ വെച്ചോളണം. സീനായി മലയിൽ ഇറങ്ങിയപ്പോൾ അവിടെ വലിയ ശബ്ദമുണ്ടായിരുന്നു. ലാസർ പുറത്തു വന്നപ്പോഴും കർത്താവ് പറഞ്ഞതായ ഒരു ശബ്ദമുണ്ടായിരുന്നു, ലാസറേ പുറത്തു വരിക. ഇതേപോലെ തന്നെ ഈ ദിവസങ്ങളിലൊന്ന് നിങ്ങളെ ചെറുപ്പാൻ, എന്നെ ചെറുപ്പാൻ യേശു കർത്താവ് കടന്നു വരുമ്പോൾ ഈ മധ്യാകാശത്തിൽ 3 ശബ്ദങ്ങൾ വെളിപ്പെടുവാൻ പോകുന്നു. 3 ശബ്ദങ്ങൾ. ഏതോ ഹെലികോപ്റ്റർ പറക്കുന്ന, അല്ലെങ്കിൽ മിഗ് വിമാനം പറന്നു പോകുന്ന, ഏതോ വിമാനം താണ് പറക്കുന്ന, ഏതോ റോക്കറ്റ് പൊങ്ങുന്ന ശബ്ദമല്ല, പകരം വേറെ 3 ശബ്ദം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം
16, 17 വാക്യങ്ങളിൽ ആ 3 ശബ്ദങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിലുള്ളതായ ദൈവിക വെളിപ്പാടിൽ നിറയപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ ആ 3 ശബ്ദങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, കർത്താവിൻ്റെ ഗംഭീര നാദം. കർത്താവിൻ്റെ ഗംഭീരനാദം, ദ ഷൗട്ട് ഓഫ് ദ ലോർഡ്. സ്തോത്രം, കർത്താവിൻ്റെ ഗംഭീരനാദം. എന്താ കർത്താവിൻ്റെ ഗംഭീരനാദം? വെളിപ്പാട് 4:1 വായിക്കുമ്പോൾ ഇവിടെ കയറി വരുവിൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ഗംഭീരനാദം. ഈ ഭൂമിയെ നോക്കി കർത്താവ് മധ്യാകാശത്തിലേക്ക് ഇറങ്ങി നിന്ന് സ്തോത്രം അവൻ ഇപ്രകാരം പറയും, ഇവിടെ കയറി വരുവിൻ. സ്തോത്രം, അതാര് കേൾക്കും? ദൈവമില്ലാത്തവർ കേൾക്കത്തില്ല. സ്തോത്രം, റേഡിയോ ഇല്ലാത്തവർക്ക് റേഡിയോയിൽ നിന്ന് ചലച്ചിത്ര ഗാനം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ടി വി ഇല്ലാത്തവർക്ക് ടി വിയിൽ നിന്ന് പാട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലെ ദൈവാത്മാവുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ കഴിയത്തുള്ളൂ. ദൈവാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവർ ആ ശബ്ദം കേൾക്കുവാൻ വേണ്ടി പോകുന്നു. Come up here, ഇവിടെ കയറി വരുവേൻ. രണ്ടാമത്തെ സ്വരമാണ് സ്തോത്രം, അതേ പ്രധാന ദൂതന്റെ സ്വരം. പ്രധാന ദൂതൻ മിഖായേലാണ്. ദാനിയേൽ 10:12 വായിക്കുമ്പോൾ പ്രധാന ദൂതനാകുന്ന മിഖായേൽ. എന്തിനാ യുദ്ധദൂതനാകുന്ന മിഖായേൽ? സ്തോത്രം, അതേ യുദ്ധദൂതനാകുന്ന മിഖായേൽ എന്തിനാ ശബ്ദമിടുന്നത്? സ്വർലോകങ്ങളിൽ നിൽക്കുന്ന അന്തരാര ശക്തികളുണ്ട്. സഭ ഉൾപ്രാപണം പ്രാപിച്ച് കോടിക്കണക്കിന് വിശുദ്ധന്മാർ, ജീവനോടെ ആയിരിക്കുന്നവര്, മരിച്ചവര് രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിലൂടെ കടന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മധ്യാകാശത്തിൽ നിൽക്കുന്ന, രണ്ടാം സ്വർഗത്തിൽ നിൽക്കുന്ന അന്ധകാര ശക്തി, ആ ദൈവിക ഫിനോമിനയെ, ആ ദൈവിക പദ്ധതിയെ തടുക്കുവാൻ തക്കണം അവൻ പാഞ്ഞെടുക്കും. സാത്താൻ വെറുതെ ഇരിക്കത്തില്ല. സഭ ഉൾപ്രാപണം ചെയ്തു പോകുമ്പോൾ ഹലോ ബൈ, see you later, bye, ടാറ്റ എന്ന് പറഞ്ഞ സാത്താൻ വെറുതെ ഇരിക്കത്തില്ല. സാത്താൻ പാഞ്ഞെടുക്കുമ്പോൾ യുദ്ധദൂതനാകുന്ന മിഖായേൽ ഒരു ജയത്തിന്റെ സ്വരത്തെ കേൾപ്പിക്കും. ജയത്തിന്റെ സ്വരത്തെ കേൾപ്പിക്കും. കാര്യമെന്ത്? യേശുവിന്റെ രക്ത അടയാളമായിട്ടുള്ള, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ് ഈ സ്തോത്രം ആകാശമേഘങ്ങളിലൂടെ എടുത്തുകൊള്ളപ്പെടുന്നത്. മനസ്സിലാക്കുന്ന കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ എവിടെ മേൽ എന്താ ഉള്ളത്? എവിടെ മേൽ യേശുവിന്റെ രക്തമുണ്ട്. യേശുവിൻ്റെ രക്തമുണ്ട്. യേശുവിൻ്റെ രക്തം നിങ്ങളുടെ മേലുണ്ട്. രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തമുണ്ട്. അതുകൊണ്ട് ഏത് വീടും നിങ്ങൾക്ക് വാടകയ്ക്ക് ചോദിക്കാം. ഏത് മന്ത്രവാദിയുടെ വീട്ടിൽ കിടന്നാലും നിങ്ങൾക്ക് ഉറക്കം വരും. ഏത് റെയിൽവേ സ്റ്റേഷൻ കിടന്നാലും, ഞാൻ ഉറങ്ങിയിട്ടുണ്ട്, ഏത് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാലും 1500 കൊതുക് നിങ്ങൾക്ക് പുതപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സുഖകരമായി ഉറങ്ങും. കാരണം എന്താ? നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ശത്രു നിങ്ങൾ കാണും, പക്ഷെ അവന് നിങ്ങളെ തൊടുവാൻ കഴിയാത്തേ ഇല്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവയ്ക്ക് നിന്നോട് അടുത്തു വരുവാൻ കഴിയത്തേയില്ല. അങ്ങനെ ഉൾപ്രാപണത്തിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാർ ആ അന്ധകാര വലയത്തെ ഭേദിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സുരക്ഷിതമായി എത്തുമ്പോൾ ആ ജയത്തിൻ്റെ സ്വരം ആ ദൂതൻ കേൾപ്പിക്കുന്നു. സ്തോത്രം, പ്രധാന ദൂതന്റെ ശബ്ദം. മൂന്നാമത്തെ സ്വരമാണ് ദൈവത്തിൻ്റെ കാഹളധ്വനി. The voice of the drum. അതെ, കാഹളധ്വനി. സ്തോത്രം, the blast of the drum, the blast of the drum. എന്താ കാഹളധ്വനി? സംഖ്യാപുസ്തകം 10-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ഒരു പ്രത്യേക കാഹളധ്വനി കേൾപ്പിക്കുന്നതായ സമയത്ത് ഇസ്രായേൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ യാത്ര പുറപ്പെടും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ യാത്ര പുറപ്പെടും. ഇതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇസ്രായേൽ ട്രാൻസ്ഫർ ആകുന്നത് പോലെ ദുഃഖമുള്ള, കഷ്ടതയുള്ള, കണ്ണുനീരുള്ള, പോരാട്ടമുള്ള ഈ ലോകത്തിൽ നിന്ന് കണ്ണുനീരില്ലാത്ത, ശാപമില്ലാത്ത, സാത്താനില്ലാത്ത, സമുദ്രമില്ലാത്ത, സ്തോത്രം, അതെ, ആ ലോകത്തേക്ക്, സ്വർഗലോകത്തേക്ക് ദൈവജനം ട്രാൻസ്ഫർ ആകും. സ്തോത്രം. അങ്ങനെ 3 ശബ്ദം മധ്യാകാശത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. മണിക്കൂറോളം പറവാൻ തക്കൊണ്ടാൻ കഴിയുന്ന ഒരു കാര്യമാണത്. സ്തോത്രം. പക്ഷെ മനസ്സിലാക്കണം, സഭ എടുത്തുകൊള്ളപ്പെടുന്നതായ സമയത്ത് 3 ശബ്ദത്തോടു കൂടിയാണ് മണവാളൻ മണവാട്ടിയെ ചേർപ്പാൻ വേണ്ടി കടന്നു വരുന്നത്. സ്തോത്രം. അതേ, ജൂയിഷ് കൾച്ചറിലുള്ളതായ വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ വലിയ താളമേളങ്ങളോടെയാണ് മണവാളൻ മണവാട്ടിയെ സ്തോത്രം സ്വീകരിപ്പാൻ കടന്നു വരുന്നത്. ഇതുപോലെ ആത്മമണവാളനാകുന്ന കർത്താവ് ദൈവത്തിൻ്റെ സഭയെ ചേർപ്പാൻ അവിടെ കടന്നു വരുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മറുവശത്ത് യേശു കർത്താവിൻ്റെ പരസ്യവരവ്, എൻ്റെ മറ്റൊരു പേരാണ് മഹത്വ പ്രത്യക്ഷത. എല്ലാവരും പറഞ്ഞാട്ട് എന്താണ്?
മഹത്വ പ്രത്യക്ഷത. സ്തോത്രം. ആ മഹത്വ പ്രത്യക്ഷതയായി കർത്താവ് കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ മഹത്വ പ്രത്യക്ഷതയിൽ പ്രത്യേകിച്ച് ശബ്ദം ഒന്നും പറയുന്നില്ല, പക്ഷെ മഹത്വത്തിൻ്റെ രാജാവാണ് വരുന്നത്, മഹത്വത്തിൻ്റെ കർത്താവാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ മഹത്വവും ഗംഭീരവും ഒക്കെ റെവറൻസും ഒക്കെ അതിലുണ്ടായിരിക്കും. മർക്കോസ് 13:26, ലൂക്കോസ് 21:27, മർക്കോസ് 13:26 നോക്കി. മർക്കോസ് 13:26 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അതുകൊണ്ടാണ് അത് മഹത്വ പ്രത്യക്ഷത എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അവർ കാണും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, അവൻ വരുന്നത് ആര് കാണും? സഭ മാത്രമേ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കാണത്തുള്ളൂ. വേറെ ആരും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത കാണുന്നില്ല. വേറെ ആരും യേശുവിൻ്റെ മേഘപ്രത്യക്ഷത കാണുന്നില്ല. സ്തോത്രം. എന്നാൽ അവർ കാണത്തക്ക രീതിയിൽ വരുന്നത് മഹത്വ പ്രത്യക്ഷതയാണ്, അല്ലേ? അവർ കാണത്തക്ക രീതിയിൽ വരുന്നത് മഹത്വ പ്രത്യക്ഷതയാണ്. സ്തോത്രം. സഖരിയാ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, അവനെ കുത്തിയവരും അവനെ കാണും. അർത്ഥം, യഹൂദന്മാർ അവനെ കാണും. വെളിപ്പാട് 1:7 പറയുന്നു, ഇതാ യേശു മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കാണും. ഏത് കണ്ണും അവനെ കാണുന്നെങ്കിൽ എന്തുവാ? ഏത് കണ്ണും എന്ന് പറഞ്ഞാൽ ദൈവം ഉള്ളവരെ ദൈവം ഇല്ലാത്തവരെ ഏത് കണ്ണും എന്ന് പറഞ്ഞാൽ ഏത് കണ്ണും സ്തോത്രം അവനെ കാണും. എന്തോ പ്രത്യക്ഷതയാണ് അത്? മേഘപ്രത്യക്ഷതയല്ല, അത് മഹത്വ പ്രത്യക്ഷത. സഭയ്ക്ക് വേണ്ടി മാത്രം വരുന്ന മേഘപ്രത്യക്ഷതയിൽ സ്തോത്രം ഉൾപ്രാവണം ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന സഭ മാത്രമേ അവനെ കാണത്തുള്ളൂ. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ സ്തോത്രം മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ആ മഹത്വ പ്രത്യക്ഷ വരവിൽ എങ്ങനെയാണ് യേശു വരുന്നത്? വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ വരികയാണ്. അന്ത്യക്രിസ്തുവിൻ്റെ നട്ടലൊടിയുന്ന അതേ രീതിയിൽ, സാത്താൻ വിറയ്ക്കുന്ന രീതിയിൽ, ലോകജാതികൾ നടുങ്ങുന്ന രീതിയിൽ, ആ യഹൂദന്മാർ അമ്പരക്കുന്ന രീതിയിൽ സഭയോടുകൂടെ കർത്താവ് വരികയാണ്. നിങ്ങൾ കേട്ടില്ല? ആരും രണ്ടുപേരെ സ്വത്രം പറഞ്ഞോളൂ. സഭയോടുകൂടെ വിത്ത് ദ ചേർച്ച് അവൻ വരികയാണ്. വിത്ത് ദ ചേർച്ച്. അപ്പോൾ മേഘപ്രത്യക്ഷത എന്താണ്? ഫോർ ദ ചേർച്ച്. സഭയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സഭയെ ചേർക്കാൻ വേണ്ടിയാണ് അവൻ മേഘപ്രത്യക്ഷതയിൽ വന്നത്. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ വരുന്നത് സഭയുമായി വരികയാണ്. സഭയുമായി വരികയാണ്. ഒന്നാമത്തെ വരവെന്ന് പറയുന്നത്, ആദ്യം നടക്കാൻ പോകുന്നത് എന്താണ്? ആദ്യം വരുന്നത് സഭയ്ക്ക് വേണ്ടി വരികയാണ്. പിന്നെ രണ്ടാമത് സിയോൻ മലയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒലിവ് മലയിൽ നിൽക്കുമ്പോൾ അടുത്ത് വരുന്നത് സഭയുമായി വരികയാണ്. കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്. സ്തോത്രം. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ. 1000 വിശുദ്ധന്മാരുമായി അവൻ വന്നിരിക്കുന്നു. 1000 വിശുദ്ധന്മാരുമായി യേശു വരുന്നത് മഹത്വ പ്രത്യക്ഷതയാണ്. മേഘപ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെട്ട 1000 വിശുദ്ധന്മാരുമായി മഹത്വ പ്രത്യക്ഷതയിൽ അവൻ വരികയാണ്. ആ മഹത്വ പ്രത്യക്ഷയിൽ അവൻ വരുന്നത് എങ്ങനെയാണ്? വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ കർത്താവ് വരികയാണ്. ഒബാമ വരുന്നത് നമ്മൾ കണ്ടോ? ഒബാമ പണ്ട് സ്തോത്രം അതെ ബോംബെയിൽ വന്നത് 3000 പോലീസുകാരുമായിട്ടാണ്, അമേരിക്കൻ പോലീസുകാർ. റിയലി നമ്മുടെ പ്രധാനമന്ത്രി വന്നാൽ തിരുവനന്തപുരത്ത് മനുഷ്യന് നടക്കാൻ പറ്റത്തില്ല, 1000 പോലീസുകാരുണ്ടായിരിക്കും. സ്തോത്രം. അതെ, എല്ലാ നേതാക്കന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം സംരക്ഷിക്കട്ടെ, ദൈവർക്ക് ആരോഗ്യം കൊടുക്കട്ടെ, ദൈവം ഒരു ദീർഘായുസ്സോടെ ദൈവം എല്ലാ നേതാക്കന്മാരെയും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം തന്നെ അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ കുറച്ചുകൂടെ ഉന്നതമായ പദവിയും സുരക്ഷയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 1000 പോലീസുകാരോ മറ്റോ ഇറങ്ങി നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് 3000 പോലീസുകാർ വരുന്നത്. പക്ഷേ ഇവിടെ യേശു കർത്താവ് വരുമ്പോൾ ലക്ഷോപലക്ഷം ശക്തന്മാരായ ദൂതന്മാരുമായി ദൈവത്തിൻ്റെ സഭയുമായി വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ അവൻ വരികയാണ്. സോ സീ ദ ഡിഫറൻസ്. സ്തോത്രം. അതെ, രഹസ്യവരവിൽ വരുന്നത് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തുടിയോടും കൂടെ. ലോകമനുഷ്യൻ അറിയുന്നില്ല, ലോകമനുഷ്യൻ അത് അറിയത്തില്ല. 2 പേരെ കേൾക്കും, ഒരാൾ പോവും. ആ പോകുന്ന ആള്, ചേട്ടാ ഞാൻ പോകുന്നേ, ബായ്, ഇത്രയും കാലം കൂടെ താമസിച്ചതിന് താങ്ക്സ് കേട്ടോ, ഞാൻ പോവാ, കർത്താവ് എന്ന് വിളിക്കുന്നു, ബായ് എന്ന് പറയാൻ അവിടെ സമയമില്ല. 2 പേര് തിരികല്ലിൽ പിടിച്ചിട്ടിരിക്കും, അല്ലെങ്കിൽ 2 പേര് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടിരിക്കും. സ്തോത്രം. തലയുയർത്തി നോക്കും, അടുത്തിരിക്കുന്ന ആളില്ല, പുള്ളി പോയി. ഞാൻ കർത്താവ് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഈ മീറ്റിംഗ് നീ ഒന്ന് നോക്കിക്കോ, ഞാൻ കർത്താവുമായിട്ടൊരു മീറ്റിംഗ്. പറയാനില്ല, അവർ പോയി. അടുത്തിരിക്കുന്ന ആൾ പോലും അറിയത്തില്ല. 2 പേരും ഒരുമിച്ച് ഉറങ്ങാൻ കിടക്കും. എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം മറ്റേയാളില്ല. പിന്നെ ഫോൺ എടുത്ത് അത് വിളിച്ചു നോക്കിയാൽ സ്തോത്രം അവരെ കിട്ടത്തില്ല.
ഏതെങ്കിലും പോലീസുകാരനെ കേൾക്കുന്നെങ്കിൽ ആ പോലീസുകാരെ സ്തോത്രം ഇന്ന് രാത്രി മനസ്സിലാക്കണം, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോലീസുകാർക്ക് ഏറ്റവും വലിയ തലവേദനയുടെ ദിവസമായിരിക്കും യേശു മടങ്ങി വരുന്ന ദിവസം. കാരണം ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകും, ഏറ്റവും കൂടുതൽ വിളികളുണ്ടാകും. എൻ്റെ ചേട്ടനെ കാണുന്നില്ലേ, എൻ്റെ ചേച്ചിയെ കാണുന്നില്ലേ, എൻ്റെ അപ്പനെ കാണുന്നില്ലേ, എൻ്റെ അമ്മയെ കാണുന്നില്ലേ, എൻ്റെ സഹോദരങ്ങളെ കാണുന്നില്ലേ, സാറേ കാണുന്നില്ലേ എന്ന് പറയുമ്പോൾ ആ സാറന്മാർ തന്നെ തിരിച്ചു പറയും, എൻ്റെയും പലരെയും കാണുന്നില്ല കേട്ടോ എന്ന് പറയുന്ന സ്തോത്രം ഒരു ഭയങ്കര ദിവസമായിരിക്കും അത്. പൈലറ്റുമാർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ വിമാനത്തിലിരിക്കുന്നവൻ്റെ കാര്യം തീർന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ പിന്നിലിരിക്കുന്നവൻ്റെ കാര്യം തീർന്നു. ടാക്സി ഡ്രൈവർ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ സ്തോത്രം അതേ പിന്നിലിരിക്കുന്നവൻ്റെ കാര്യം തീർന്നു. പാസ്റ്റർ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ സഭയുടെ കാര്യം തീർന്നു എന്നല്ല ഞാൻ പറയുന്നത്. പാസ്റ്റർ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളും കാണുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനുവേണ്ടി പ്രിയ സഹോദരങ്ങളെ, there is a vast difference between the rapture and the glorious appearance. കർത്താവിൻ്റെ സ്തോത്രം, അതെ, കർത്താവിൻ്റെ രഹസ്യവരവും അതായത് സഭയുടെ ഉൾപ്രാപണവും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇനി ഇതിന് ഉണ്ടാക്കുന്ന റിസൾട്ട് വളരെ വ്യത്യാസമാണ്. ഇതിനുണ്ടാകുന്ന റിസൾട്ട് വ്യത്യാസം, ഈ വരവിൻ്റെ വിധം വ്യത്യാസമാകുന്നത് പോലെ ഇതിനൊരു റിസൾട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ധാരാളം കാര്യമുണ്ട്. അതിൽ പ്രധാനമായി സംഭവിക്കുന്ന ഒരു കാര്യം, വിശ്വാസികളാക്കുന്ന രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് സംഭവിക്കുന്ന, സ്നാനപ്പെട്ട നിങ്ങൾക്ക് സംഭവിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് സംഭവിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നിയന്ത്രണത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് സംഭവിക്കുന്നത്, യേശുവിൻ്റെ വരവെങ്കിൽ യു ആർ ഗോയിങ് ടു ഹാവ് എ ഗ്ലോറിയസ് ബോഡി. നിങ്ങൾക്കൊരു തേജസ്സിൻ്റെ ശരീരം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കൊരു തേജസ്സിൻ്റെ ശരീരം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 52-ാം വാക്യം. ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം, ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം, ഞാൻ നിങ്ങളോട് ഒരു ഹിഡൻ സീക്രട്ട് പറയാം, ഞാൻ നിങ്ങളോട് മിസ്റ്ററി പറയാം, ഞാൻ നിങ്ങളോട് ഒരു സ്തോത്രം, അതെ, ഹിഡൻ ട്രൂത്ത് പറയാം. അതെന്താണ്? കാളം ധ്വനിക്കും, മരിച്ചവരക്ഷയ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ആ രൂപാന്തരപ്പെടുന്ന നമുക്കുണ്ടാകുന്നത് ഒരു തേജസ്സിൻ്റെ ശരീരമാണ്. തേജസ്സിൻ്റെ ശരീരം. യേശു കർത്താവ് പറഞ്ഞു, ലൂക്കോസ് സുവിശേഷം, ആ വാക്യം മാത്രം നമുക്ക് വായിച്ചു പോകാം. ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 30, 34, 35, 36 വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ. കർത്താവ് യേശു പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ മക്കൾ സ്തോത്രം ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 34 മുതൽ സ്തോത്രം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിൽ മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല, അവർക്കിനി മരിപ്പാനും കഴിയത്തില്ല. പുനരുദ്ധാനം കഴിഞ്ഞവർ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് വന്ന് കാഹളനാദം കേട്ട്, കർത്താവിൻ്റെ ഗംഭീര ശബ്ദം കേട്ട് സ്തോത്രം രൂപാന്തരപ്പെട്ടവർ, അവർക്കെന്തില്ല? അവർക്ക് വിവാഹം കഴിക്കയില്ല, വിവാഹത്തിന് കൊടുക്കയില്ല, അവർക്കിനി മരിപ്പാനും കഴിയത്തില്ല. അപ്പം മരണമില്ലാത്തത് വിവാഹം കഴിക്കാത്തത് കൊണ്ടല്ല, ഞാൻ അത് വീണ്ടും പറയും. സ്തോത്രം. അതെ, 3 കണ്ടീഷൻ കർത്താവ് പറയുകയാണ്. അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നില്ല, അവർക്ക് മരിപ്പാനും കഴിയത്തില്ല. എന്തുകൊണ്ട്? 36-ാം വാക്യം നോക്കിയേ. അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. അർത്ഥം, ദൈവദൂതക്ക് തുല്യരായി ഒരു ഏഞ്ചലിക് ബോഡി, ഒരു സെലസ്റ്റിയൽ ബോഡി ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. ഒരു ഏഞ്ചലിക് ബോഡി ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. ആ സ്തോത്രം, സെലസ്റ്റിയൽ ബോഡി, ആ ഹെവൻലി ബോഡി, ആ സ്വർഗീയ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ല, നിങ്ങൾ വിവാഹത്തിന് കൊടുക്കുന്നില്ല, നിങ്ങൾ മരിക്കുന്നുമില്ല. കർത്താവ് അങ്ങേ അറ്റവാ പറഞ്ഞത്, മരിക്കുന്നില്ല. അതിനർത്ഥം അതിന് ഇപ്പുറം പറഞ്ഞാൽ നിങ്ങൾ വയസ്സാകുന്നില്ല, നിങ്ങൾ ക്ഷീണിക്കുന്നില്ല. സ്തോത്രം. വയസ്സാകാത്ത ഒരു ശരീരം കർത്താവ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുകയാണ്. ക്ഷീണിക്കാത്ത ശരീരം ദൈവം നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുകയാണ്. ദൂതന്മാർക്ക് തത്തുല്യമായ ഒരു ശരീരം കർത്താവ് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി പോകുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, അവൻ ഇരിക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങളും.
യേശു കർത്താവ് ഇരിക്കുന്ന പോലെ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശരീരത്തെക്കുറിച്ചൊന്ന് പഠിച്ചാട്ടെ. ഹോംവർക്കായി ഞാൻ നൽകുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശരീരം പോലെ ഒരു ശരീരം കർത്താവ് നിങ്ങൾക്ക് നൽകുന്നു. എന്താ പുനരുത്ഥാനത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത? അതൊരു സൂപ്പർ നാച്ചുറൽ ബോഡിയാണ്. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചകത്തിരിക്കുക. പുറത്തിറങ്ങിയാൽ സ്തോത്രം യഹൂദന്മാർ കല്ലെറിയും, കൊന്നുകളയും. കാര്യമെന്ത്? നാണം കെട്ട് നാമാവിശേഷമായിരിക്കുക. ഞങ്ങളുടെ ലീഡറിനെ അവന്മാർ ക്രൂശിച്ചു. ഞങ്ങൾക്കൊരു ഖജാഞ്ചി ഉണ്ടായിരുന്നു, ആ ഖജാഞ്ചി തൂങ്ങിച്ചെത്തു. അതായിരുന്നു ഈ അടച്ചിരിക്കുന്ന എവരുടെ പ്രത്യേകത. ഞങ്ങൾക്കൊരു ലീഡർ ഉണ്ടായിരുന്നു, അവനെ ക്രൂശിച്ചു. ഞങ്ങൾക്കൊരു ട്രഷറർ ഉണ്ടായിരുന്നു, ഒരു ഖജാഞ്ചി ഉണ്ടായിരുന്നു, അവൻ തൂങ്ങിച്ചെത്തു. ഒരു ചർച്ചിൽ സ്തോത്രം പാസ്റ്റർ ക്രൂശിച്ചു. ഖജാഞ്ചി അല്ലെങ്കിൽ ട്രഷറർ തൂങ്ങിച്ചെത്താൽ ആ ചർച്ച സമൂഹത്തിൽ എങ്ങനെയിരിക്കും? നാണം കെട്ട് നാമവിശേഷമായി തീർന്ന് അടച്ചിരിക്കുകയാണ്. അതേ ചർച്ചാണ് അപ്പർ റൂമിലിരുന്നത്. എൻ്റെ വിഷയം അല്ലെങ്കിൽ കൂടെ ഞാൻ പറയട്ടെ, ആ നാണക്കേടിൽ ഇനി ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ്, ഞങ്ങൾ തീർന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്ന് അതൊരു തുടക്കമാക്കിയത്. ആരോ ഇന്ന് രാത്രിയിലും ഇനി ഞാൻ ഇല്ല, തീർന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇല്ല മകനെ, ഇല്ല മകളെ, ഇത് നിന്റെ അവസാനമല്ല, ഇത് നിന്റെ ആരംഭമാണ്. ഇത് നിന്റെ അവസാനമല്ല, ഇത് ജീവിതത്തിൻ്റെ അടുത്ത ചാപ്റ്ററാണ്, അടുത്ത ഒരു ആരംഭമാണ്. തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കർത്താവ് അങ്ങനെ യഹൂദന്മാരെ പേടിച്ച് ഈ ശിഷ്യന്മാരെല്ലാവരും അടച്ചിരിക്കുമ്പോൾ സ്തോത്രം, അതെ, വാതിക്കൽ വന്ന് കർത്താവ് മുട്ടി എന്നാണോ തിരുവചനം പറയുന്നത്? അല്ല, വാതിൽ അടച്ചിരിക്കെ അവർക്ക് മധ്യത്തിൽ കർത്താവ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അതാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശരീരം. വാതിലടച്ചിരിക്കെ അവർക്ക് മധ്യത്തിൽ ഇറങ്ങി നിന്ന യേശുവിൻ്റെ ശരീരം. അവണ്ണമുള്ള ഒരു ശരീരം ദൈവം നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി പോകുന്നു. എല്ലാ പരിമിതികളെയും എല്ലാ സ്തോത്രം ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഭയങ്കര ശരീരം. ഞാൻ പറയട്ടെ, ആ ശരീരത്തിന് പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിപ്പാൻ കഴിയും. ആര് സ്തോത്രം പറഞ്ഞില്ല? ഒരിക്കൽ കൂടെ, പ്രകാശത്തെക്കാൾ വേഗത്തിൽ ദൂതന്മാർ സഞ്ചരിക്കുന്നത് പോലെ സ്തോത്രം പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിപ്പാൻ കഴിയുന്ന ഒരു ശരീരമായിരിക്കും ആ ശരീരം. അതെങ്ങനെയാണല്ലേ ഉണ്ടാകുന്നത്? എത്ര മാസം കൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് ഏതോ പാരമ്പര്യക്കാരൻ പറയുന്നത് പോലെ ഘട്ടം ഘട്ടമായി ഒരു വിടുതൽ കാണുന്നു എന്നല്ല വേദപുസ്തകം പറയുന്നത്. ഘട്ടം ഘട്ടമായിട്ടല്ല വിടുതൽ. പിന്നെ എന്താണ്? ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒരു സെക്കൻഡിന് 10 സമയം കൊണ്ട് കണ്ണിമയ്ക്കുന്നതിനിടയിൽ, അങ്ങനെയാ 1 Corinthians 15:52, കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒരു രൂപാന്തരം ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ ശരീരം സ്വർഗീയമായി ഒരു രൂപാന്തരപ്പെട്ട ഒരു സെലസ്റ്റിയൽ ബോഡിയായി തീരുന്നു എങ്കിൽ ഇന്ന് രാത്രി കണ്ണമയ്ക്കുന്നതിനിടയിൽ ആ ട്യൂമർ മറിയും. ഇന്ന് രാത്രി കണ്ണമയ്ക്കുന്നതിനിടയിൽ ആ ക്യാൻസർ മറിയും. ഇന്ന് രാത്രി കണ്ണമയ്ക്കുന്നതിനിടയിൽ ആ സ്ട്രോക്കുകൾ മാറി ജനം എഴുന്നേറ്റ് നടക്കും. കാരണം അന്ന് മാത്രമല്ല, ഇന്നും ചെയ്യുവാൻ തക്കോണം എൻ്റെ കർത്താവിന് കഴിയും. കണ്ണമയ്ക്കുന്നതിനിടയിൽ കാര്യങ്ങൾ സൂപ്പർ നാച്ചുറൽ വ്യത്യാസപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. യെസ് 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 കാരണം സ്തോത്രം, അവൻ ശക്തനല്ല, ദൈവം സർവശക്തനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ഹെവലി ബോഡി സ്തോത്രം കർത്താവ് നൽകുവാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രത്യാശയോടെ കാത്തിരുന്നാട്ടെ. ആ ശരീരത്തിന് BP ഇല്ല, ആ ശരീരത്തിന് ഷുഗർ ഡയബറ്റിക് ഇല്ല, ആ ശരീരം വിരൂപമല്ല. സ്തോത്രം, ആ ശരീരം എന്നെ പോലെയുള്ളവർ പറയുക കുറച്ച് വയറുണ്ട്, ആ ശരീരം വിരൂപമല്ല. ആ ശരീരത്തിൽ കഷണ്ടിയില്ല. ആ ശരീരത്തിന് സ്തോത്രം കാഴ്ചക്കുറവോ രോഗങ്ങളോ ബലഹീനതകളോ ഇല്ല. അത് ദൂതന്മാർക്ക് തത്തുല്യമായ ശരീരം, അത് സ്വർഗീയ ശരീരം, അത് തേജസ്സിൻ്റെ ശരീരം. ഞാൻ ഇങ്ങനെ പറയട്ടെ, സൗന്ദര്യത്തിൻ്റെ ശരീരം, സ്വർഗീയ സൗന്ദര്യത്തെ വെളിപ്പെടുത്തുന്ന അവനെപ്പോലെ യേശുവിനെ പോലെയാകുന്ന വലിയ ഒരു സൗന്ദര്യത്തിൻ്റെ ശരീരം, ഒരു തേജസ്സിൻ്റെ ശരീരം കർത്താവ് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് ഇത് മൺകൂടാരമാണ്, പക്ഷേ പിന്നത്തേതല്ലത് വെൺകൂടാരമാകുവാൻ വേണ്ടി പോകുന്നു. ആർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്? ഇന്നത് മൺകൂടാരമാണ്, എന്നാൽ അന്നത് വെൺകൂടാരം ആകുവാൻ വേണ്ടി പോകുന്നു. അതാണ് സ്തോത്രം അന്ന് സംഭവിക്കുന്നത്. ഇനി നോക്കണമേ, സ്തോത്രം കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത നോക്കുമ്പോൾ അന്ന് ഇതുപോലെ രൂപാന്തരം ആർക്കും ഉണ്ടാകുന്നില്ല. അന്ന് രൂപാന്തരം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ആഴ്ച കേട്ടു, ദുഷ്ടന്മാരെ അടിച്ചു കളയും. സ്തോത്രം, അതെ, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത് നീതിമാന്മാരെ കർത്താവ് ചേർക്കും, വിശുദ്ധന്മാരെ കർത്താവ് ചേർക്കും, അഥവാ സഭയെ ചേർക്കും, അല്ലേ?
അങ്ങനെയല്ലേ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കർത്താവ് കടന്നു വരുന്നു. എബ്രായലേഖനത്തിൽ നിൽക്കൊണ്ട് പാപം കൂടാതെ, സ്തോത്രം, പാപം കൂടാത്തവർക്ക് വേണ്ടി അവന് പ്രത്യക്ഷനാകുവാൻ വേണ്ടി പോകുന്നു. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത്, സ്തോത്രം, അതെ, കൊയ്ത്തോളം വളരട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കളയുണ്ടല്ലോ, ദുഷ്ടന്മാർ, അതിനെ ദൂതന്മാർ വന്ന് ദുഷ്ടന്മാരെ പറിച്ചു മാറ്റുന്നു, ദുഷ്ടന്മാരെ മാറ്റുന്നു. ഒന്നാമത്തെ വരവെങ്കിൽ രഹസ്യ വരവെങ്കിൽ റാപ്ചറിൽ നീതിമാന്മാരെ മാറ്റുന്നു, മറ്റേതിൽ ദുഷ്ടന്മാരെ മാറ്റുന്നു. എന്നാൽ സ്തോത്രം അവിടെ രൂപാന്തരം സംഭവിക്കുന്നില്ല. പിന്നെ അവിടെ പ്രധാനമായി രണ്ട് കൂട്ടരെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് യഹൂദന്മാർ. ഞാൻ വീണ്ടും പറയും, അത് യഹൂദന്മാരുടെ യഥാസ്ഥാപനം നടക്കുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. അപ്പോൾ യഹൂദന്മാർ അവിടെയുണ്ട്. അന്ന് സ്തോത്രം ദൈവത്തെ ഭയന്ന് ജീവിക്കുന്നതായ ജാതികളുണ്ട്. ദൈവത്തെ ഭയന്ന് ജീവിക്കുന്നതായ ജാതികളുണ്ട്. ദൈവത്തെ ഭയന്ന് നടക്കുന്ന ജാതികളുണ്ട്. സ്തോത്രം, മഹോദര കാലത്ത്, അന്ത്യക്രിസ്തുവിൻ്റെ കാലത്ത് അതിശക്തമായി വർണ്ണിപ്പാൻ കഴിയാത്ത പീഡകളിലൂടെ കടന്നു പോകുമ്പോഴും അയ്യോ സ്തോത്രം, ദൈവവചനം സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കി പിടിച്ചു നിൽക്കുന്ന ഒരു വളരെ ചെറിയൊരു കൂട്ടം ഉണ്ടായിരിക്കും. അയ്യോ, അവരുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഷേപ്പാണ് കേട്ടോ. ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ചപ്പാത്തിക്ക് മാവ്, സ്തോത്രം, ചിലർ തിന്നിട്ടേ ഉള്ളൂ, ചപ്പാത്തി കണ്ടിട്ട് പോലും ഇല്ല. സ്തോത്രം. കാരണം ചപ്പാത്തി വരുന്ന മാത്രം, അതിനെ കാണത്തുമില്ല, അതിന് മുമ്പ് അതിനെ അകത്താക്കുന്ന. ഓക്കെ, ഞാൻ പറയാം. സോ അങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ, സ്തോത്രം, അതിഭയങ്കരമായ പീഡ. ആ ചപ്പാത്തി, ആ മാവിന് നാവുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അമ്മമാരെ നോക്കി പറഞ്ഞേനെ, എന്നെ എന്തിനാ ഇങ്ങനെ പിഴിയുന്നത്, എന്നെ എന്തിനാ ഇങ്ങനെ തകർക്കുന്നേ എന്ന് പറയുന്ന പോലെ അന്തിക്രിസ്തു അതിശക്തമായിട്ടുള്ള പ്രശ്നവും അതിശക്തമായിട്ടുള്ള പീഡയല്ല, മഹാപീഡ എന്നാണ് ബൈബിൾ പറയുന്നത്. പീഡയല്ല, മഹാപീഡ. അതിൽ പിടിച്ചു നിൽക്കുന്നത് വർണ്ണിപ്പാൻ കഴിയാത്തതായ, സ്തോത്രം, ഒരു കാര്യമാണ്. അങ്ങനെ വർണ്ണിപ്പാൻ കഴിയാത്ത, സഹിപ്പാൻ കഴിയാത്ത ആ പീഡയിൽ ശേഷിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പ് ജാതികളുണ്ടായിരിക്കും. അവർക്ക് രൂപാന്തരം ഉണ്ടാകുന്നില്ല. അവരുടെ തന്നെ ശരീരത്തിൽ തന്നെ അങ്ങ് ജീവിക്കുകയാണ്. അവിടെ തന്നെ അതേ ബോഡിയിൽ തന്നെ അവർ ജീവിക്കുകയാണ്. യഹൂദന്മാർക്ക് അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിൽ യേശു 1000 ആണ്ട് ഈ ലോകത്ത് വാഴുന്നതായ സമയത്ത് സഭയ്ക്കുള്ളത് എന്തോ ശരീരമാണ്? ദൂതന്മാർക്ക് തത്തുല്യമായ സ്വർഗീയ ശരീരമാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രയോറിറ്റി യഹൂദനല്ല. നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നിന്ന് പറയും ഏറ്റവും ബുദ്ധിശാലികൾ അവരാണ്, ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻ്റ് അവർക്കാണ് ഉള്ളത്. പക്ഷേ സഭ എന്ന് പറയുന്നത് സ്നേഹിതനാണ്. യഹൂദൻ എന്ന് പറയുന്ന സ്നേഹിതനാണ്. ഒരിക്കൽ കൂടെ പറയുന്നു, സ്തോത്രം, യഹൂദൻ എന്ന് പറയുന്നത് സ്നേഹിതനാണ്. സഭ എന്ന് പറയുന്ന മണവാട്ടിയാണ്. സഭ എന്ന് പറയുന്ന മണവാട്ടിയാ. സ്തോത്രം, അതെ, യഹൂദൻ എന്ന് പറയുന്നവൻ സ്നേഹിതനാണ്. അപ്പോൾ ഈ സെലസ്റ്റിയൽ ബോഡിയിൽ, ദൂതന്മാർക്ക് തുല്യമായ ഹെവൻലി ബോഡിയിൽ സഞ്ചരിക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ സഭയാണ്. ആ സഭ കർത്താവിനോടുകൂടെ സഞ്ചരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ കർത്താവിനോടുകൂടെ വാഴുകയും ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ വാഴുന്നു. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന, സ്തോത്രം, യഹൂദന്മാരുണ്ട് അന്ന് ജീവിക്കുന്നവർ. അവരവത്തെ ബോഡിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ജാതികളും കണ്ടിന്യൂ ചെയ്യുകയാണ്. നോക്കണം, യെശയ്യാ പ്രവചനം 65 അധ്യായം 20 വാക്യം. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ആ വാക്യത്തിന് ഒരുവിധം നല്ല ഒരു വ്യത്യാസമുണ്ടെങ്കിൽ ഞാനത് വായിച്ചു പോകാം. യെശയ്യാ പ്രവചനം 65:20. സോ അന്ന് എന്താ സംഭവിക്കുന്നത്? ബോഡിയിൽ എന്താ സംഭവിക്കുന്നത്? യെശയ്യാ പ്രവചനം 65:20. യെശയ്യാ 65:20 നോക്കണം. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന ഒരു കുട്ടി, കുറേ ദിവസം മാത്രം ജീവിക്കുന്ന ഒരു കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും ഇനി അവിടെ ഉണ്ടാകുകയില്ല. അപ്പോൾ കുറച്ച് ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടി അവിടെ കാണത്തില്ല. സഹസ്രാബ്ദ വാഴ്ചയിൽ കുറേ ദിവസം ജീവിക്കുന്ന കുട്ടി കാണത്തില്ല. എന്ന് പറഞ്ഞാൽ പ്രിമച്വർ ഡെത്ത് അവിടെ കാണുകയില്ല, മരണം കാണുകയില്ല. എന്തോ കാണത്തില്ല? ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞിട്ട് എന്തോ കാണത്തില്ല? മരണം കാണത്തില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സിനുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവനെന്നേ വരത്തുള്ളൂ. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. സ്തോത്രം, ബാലന് 100 വയസ്സായിരിക്കും. 100 വയസ്സ് പ്രായമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. 100 വയസ്സുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ലയോ? സ്തോത്രം. ബാലന്മാർ എന്ന് പറഞ്ഞാൽ 1-2 പേരൊക്കെ കൈ ഉയർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, അന്നത്തെ ബാലൻ എത്ര വയസ്സായിരിക്കും? 100 വയസ്സായിരിക്കും. അപ്പോൾ അന്ന് മരണമില്ലാത്ത 1000 ആണ്ടാണ് അന്ന്. അതെന്താ അങ്ങളെ മരണമില്ലാത്തത്? അത് മരണത്തിൻ്റെ അധികാരി അണ്ടർ അറസ്റ്റിലാണ്. ആർക്ക് മനസ്സിലായില്ല? മരണത്തിൻ്റെ അധികാരിയായ സാത്താനെ ഒറ്റ ദൂതനെ ഇറക്കി കർത്താവ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മരണത്തിൻ്റെ അധികാരിയായ സാത്താൻ അറസ്റ്റിലായതുകൊണ്ട് അന്ന് മരണമില്ല. അന്ന് ബാലന്മാരുണ്ടാകുന്നു.
അർത്ഥം അന്ന് പോപ്പുലേഷൻ എന്തുവാ മൾട്ടിപ്ലിക്കേഷൻ, അന്ന് ജനനമുണ്ട് പക്ഷെ മരണമില്ല. അന്ന് ജനനമുണ്ട് പക്ഷെ മരണമില്ല. സ്തോത്രം, ജനനമുണ്ട് മരണമില്ല. സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് നമുക്ക് ഗംഭീരമായി വീണ്ടും വിശദമായിട്ട് സ്തോത്രം വേറെ ഏതെങ്കിലും ഒരു സമയം ഒരു സെഷൻ നമുക്ക് പ്രവാന്തം കൊണ്ട് കഴിക്കാം. ഒന്ന് ഞാനിത് ഇതുപോലെ തന്നെ പറയാം, അന്ന് മരണം കാണത്തില്ല, അന്ന് ജനനമുണ്ട്, അന്ന് മൾട്ടിപ്ലിക്കേഷനുണ്ട്. അബ്രഹാമിൻ്റെ സന്തതിയായി അന്ന് കാണുന്നതായ യഹൂദന്മാരുണ്ടല്ലോ, അവർ ഭയങ്കരമായിട്ട് അന്ന് വർദ്ധിക്കും. ആ 1000 ആണ്ടിൽ വർദ്ധിക്കും. സ്തോത്രം, 1000 ആണ്ടിൽ വർദ്ധിച്ചാൽ എത്ര വർദ്ധിക്കും മക്കളെ എന്ന ഭാവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതൊരു വർധനവ് തന്നെയാണ്. 400 സംവത്സരം കൊണ്ടുള്ള ഒരു വർധനം നിങ്ങൾക്കറിയോ? 400 സംവത്സരത്തിൻ്റെ വർധനവായിരുന്നു സ്തോത്രം യോസെഫിനും മോശയ്ക്കും മധ്യത്തിലുള്ള ഒരു വർധനവ്. യോസെഫിൻ്റെ കാലത്ത് യാക്കോബ് ഇറങ്ങിച്ചെന്നപ്പോൾ അന്ന് 70 പേരോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെന്നൂർ ഉൾപ്പെടെ. അങ്ങനെ ആ ചെറിയൊരു കുടുംബം വർദ്ധിച്ചപ്പോൾ 400 സംവത്സരം കൊണ്ട് വർദ്ധിച്ചപ്പോൾ സ്തോത്രം ആ വർധനവ് 30 ലക്ഷത്തോളം 3 മില്യൺ, ഏകദേശം 30 ലക്ഷത്തോളം ജനമായി അവർ വർദ്ധിക്കുകയുണ്ടായി. 25-നും 30 ലക്ഷത്തിനും ഇടയ്ക്കുള്ളതായ ജനക്കൂട്ടമായി ആ 400 സംവത്സരം കൊണ്ട് അവർ വർദ്ധിച്ചു. അന്ന് 70 പേരിൽ നിന്ന് ഇന്ന് യഹൂദന്മാർ 70 ലക്ഷവുമല്ല, അതിനേക്കാൾ ഉപരിയായിട്ടുണ്ട്. സുമേശിഹ അന്ന് നീതിയോടെ ലോകത്തെ ന്യായപാലനം ചെയ്യുമ്പോൾ ഭയങ്കരമായ പോപ്പുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ, സ്തോത്രം, പോപ്പുലേഷനിൽ വലിയൊരു വർധനവ് ആർക്കുണ്ടാകാൻ വേണ്ടി പോകുന്നു? അബ്രഹാമിൻ്റെ സന്തതിയാകുന്ന യഹൂദന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഇത് കേൾക്കുമ്പോൾ സാത്താൻ ഇഷ്ടപ്പെടത്തില്ല. കാരണം സ്തോത്രം, എന്തുകൊണ്ടാണ് സാത്താൻ അവരെ ഹേറ്റ് ചെയ്യുന്നത്? ദൈവം അവരെ ലൈക്ക് ചെയ്തത് കൊണ്ടാണ്. ദൈവം ഇഷ്ടപ്പെടുന്നതിനെ സാത്താൻ വെറുക്കുന്നു. ഒരിക്കൽ കൂടെ, ദൈവം ഇഷ്ടപ്പെടുന്നതിനെ സാത്താൻ വെറുക്കുന്നു. ഇപ്പം മനസ്സിലായല്ലോ നിങ്ങളെ ചിലർക്ക് ഇഷ്ടമില്ലാത്ത എന്തുകൊണ്ടാണ്? അവനല്ല, അവൻ്റെ അകത്തിരിക്കുന്ന ദുരാത്മാവാണ് നിങ്ങളെ വെറുക്കുന്നത്. സ്തോത്രം, ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് സാത്താൻ നിങ്ങളെ വെറുക്കുന്നു. നേരെ തിരിച്ച് സ്തോത്രം, സാത്താൻ ഇഷ്ടപ്പെടുന്നത് ദൈവവും വെറുക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ചാട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ചാട്ടെ. ഓ ഗ്ലോറി. ഇത് കേട്ടിട്ട് വേണം എനിക്കിനി ഒന്ന് ബലപ്പെടാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താനെ വെറുപ്പുള്ളവരായി ജീവിച്ചാട്ടെ. ദൈവത്തിൻ്റെ സ്നേഹിതനാണോ നിങ്ങൾ പിശാചിന് ശത്രുവായിരിക്കും. പിശാചിന് ശത്രുവായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ജീവിതകാലം മുഴുവൻ സാത്താനെ ഉറപ്പിച്ച് ജീവിക്ക്. അർത്ഥം ദൈവത്തെ ഇഷ്ടപ്പെടുത്തി ജീവിക്ക്. വോൾട്ടയർ മരിക്കാൻ വേണ്ടി പോകുമ്പോൾ നിരീശ്വരായ വോൾട്ടയറിനോട് ഒരു പാതിരി അടുത്ത് നിന്ന്, ഒരു പ്രീസ്റ്റ് അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ദൈവവിശ്വാസിയായി മരിക്ക്, ദൈവത്തെ വിളിച്ചിട്ട് മരിക്ക്. ഉടനെ സ്തോത്രം അത് എങ്ങനെയാണ് പറഞ്ഞത്? ആവശ്യമില്ലാതെ എന്തിനാ കുറേ പേരെ ശത്രുക്കളാക്കുന്നത്? വോൾട്ടയർ പറഞ്ഞതാണ്, ആവശ്യമില്ലാതെ എന്തിനാ കുറച്ചു പേരെ ശത്രുക്കളാക്കുന്നത്? മന്ദബുദ്ധി. ഞാൻ പറയട്ടെ, കുറച്ചുപേരെ ഇഷ്ടക്കാരാക്കിയിട്ട് ഒരിക്കലും നിത്യതയിലെത്തുവാൻ കഴിയത്തില്ല. സ്തോത്രം, ചിലരുടെ വെറുപ്പ് സമ്പാദിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ സ്നേഹിതനായി നിങ്ങൾക്ക് ജീവിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വെറുക്കുന്നവർ വെറുക്കട്ടെ, പകരം കർത്താവ് ഇഷ്ടപ്പെടട്ടെ. ആരെല്ലാം വെറുത്താലും ആരെല്ലാം ചതിച്ചാലും എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം, ആരെ നിങ്ങളെ ഇഷ്ടപ്പെടണം? കർത്താവ് നിങ്ങളെ ഇഷ്ടപ്പെടണം. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. വലത് കരങ്ങൾ മാർബോട് ചേർത്ത് വെച്ച് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. പറഞ്ഞേ, ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. മീഖായുടെ പ്രവചനം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിച്ച് അടുത്ത പോയിന്റിലേക്ക് പോകാം. 1000 ആണ്ട് സംഭവിക്കുന്ന യഹൂദന്മാർക്ക് സംഭവിക്കുന്ന കാര്യം. മീഖായുടെ പ്രവചനം 4-ാം അധ്യായം 1 മുതൽ താഴേക്ക്. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. നോക്കണം, അന്ന് ജാതികൾ മില്ലിനിയം റെയിനിൽ ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ച് തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. പിന്നെ അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളാക്കി കുന്തങ്ങളെ വാക്കത്തികളാക്കും, അടിച്ചു തീർക്കും. ജാതികൾക്ക് നേരെ വാൾ ഓങ്ങുകയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അടുത്ത വാക്യം വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സ്തോത്രം, അത് ആയുധമില്ലാത്ത 1000 വർഷം. ഇന്ന് ആയുധം വാങ്ങിക്കൂട്ടുകയാണ്. $1 ട്രില്യൺ $1 ബില്യൺ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക. ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ സമയത്ത് തന്നെ സ്തോത്രം, അതേ കീവ് എയർപോർട്ടും പരിസരങ്ങളും ഉക്രൈൻ മേഖലകൾ മുഴുവൻ സൈന്യത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുക.
ഒരു വശത്ത് സ്തോത്രം അതെ റഷ്യൻ സൈന്യവും മറുവശത്ത് ഉക്രൈനും എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അമേരിക്ക സ്തോത്രം ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ആഫ്രിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാൻ ബോർഡർ, ഇന്ത്യ ചൈന ബോർഡറിലൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് നമ്മുടെ സൈന്യം നിലനിൽക്കുകയാണ്. അവർക്കായി പ്രാർത്ഥിക്കണം, ദൈവം അവരെ സംരക്ഷിക്കട്ടെ. എന്നാൽ സ്തോത്രം ആ 1000 ആണ്ട് യേശു ഈ ലോകത്തിൽ രാജാവായിരിക്കുമ്പോൾ അന്ന് സംഭവിക്കുന്ന കാര്യം 3-ാം വാക്യം, അവിടെ ആയുധങ്ങൾ എന്തോ ചെയ്യുന്നു? അവിടെ ആയുധങ്ങൾ അവിടെ വാളുകളെ കൊഴുക്കളായിട്ടും അവിടെ കുന്തങ്ങളെ വാക്കത്തികളായിട്ട് ഉപയോഗിക്കും. സ്തോത്രം അതെ, മനുഷ്യനെ കൊല്ലുന്ന ആയുധങ്ങളായിട്ടല്ല, മനുഷ്യനെ നേരെയല്ല, പിന്നെയല്ല വേറെ കൃഷി ആയുധങ്ങളായിട്ടും മറ്റ് സാമഗ്രികളായിട്ടും അവിടെ ആയുധങ്ങളെ അവർ തീർക്കുകയാണ്. കാരണം അത് സമാധാനത്തിൻ്റെ 1000 വർഷമായിരിക്കും. സമാധാനത്തിൻ്റെ 1000 വർഷം. നിങ്ങൾക്കറിയാം സ്തോത്രം നാസി ജർമ്മനിയെക്കുറിച്ച് വായിക്കുമ്പോൾ ഒത്തിരി സമാധാന ചർച്ചകൾ നടന്നിട്ടുണ്ട്. സമാധാനത്തിൻ്റെ സ്തോത്രം പല കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ആ സമാധാന കരാറുകൾ പേപ്പറിൽ നാസി ജർമ്മനിയുടെ നേതാക്കന്മാരും അഡോൾഫ് ഹിറ്റ്ലറും ഒപ്പിട്ട് മഷി ഉണങ്ങുന്നതിന് മുൻപ് അവർക്കതൊരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും അസമാധാനം നിറഞ്ഞതാണ് ഈ ലോകം. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, സമാധാനത്തിൻ്റെ 1000 വർഷം ലോകത്തിൽ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നരുൾ ചെയ്ത ശാലേം രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ് ഈ ലോകത്തിൽ മടങ്ങി വരുവാൻ വേണ്ടി പോകുകയാണ്. അവനാണ് യേശു. യെശയ്യാ 9:6 പറയുന്നു, ഹീസ് പ്രിൻസ് ഓഫ് പീസ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. യേശു സമാധാനത്തിൻ്റെ പ്രഭു. 4-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവർ ഓരോരുത്തർ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന് കീഴിൽ പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അരുളി ചെയ്യുന്നു. ആ 1000 വർഷം സ്തോത്രം എവിടെ കിടന്നാലും എവിടെ പോയാലും ഒരു കുഴപ്പവുമില്ല. സമാധാനത്തിൻ്റെ 1000 വർഷം ദൈവത്തിൻ്റെ കൃപയാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഒരു വശത്തെ സഭയ്ക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന നമുക്ക് വി ആർ ഗോയിങ് ടു ഹാവ് ദ സെലസ്റ്റിയൽ ബോഡി, നമുക്ക് സ്വർഗീയ ശരീരം ഉണ്ടാകുന്നു. പക്ഷേ അവിടെ സ്തോത്രം യഹൂദന്മാർക്കാകട്ടെ ജാതികൾക്കാകട്ടെ അത് സംഭവിക്കുന്നില്ല. അവരെല്ലാം അടുത്ത കാറ്റഗറിയാണ്. ജാതികൾ യഹൂദന്മാർക്കും താഴെയാണ്. സ്തോത്രം അതെ. എന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ മാത്രം സഭയ്ക്ക് മാത്രം സംഭവിക്കുന്നതാണ് ഏത്? സ്തോത്രം ഒരു രൂപാന്തരപ്പെട്ട ശരീരം. ശബ്ദവ്യക്തി പറഞ്ഞാട്ടെ, എന്താണ് രൂപാന്തരപ്പെട്ട ശരീരം? ഇനി യേശുവിൻ്റെ ഈ രഹസ്യവരവ് അല്ലെങ്കിൽ റാപ്ചർ ഓഫ് ദ ചേർച്ച്, സഭയുടെ ഉൽപ്രാപണം, അതിൻ്റെ സമയം ആരും അറിയുന്നില്ല. നമ്മുടെ സമയം തീർന്നു. കർത്താവിൻ്റെ വരുന്ന സമയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. അതിൻ്റെ സമയത്തെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. മത്തായി സുവിശേഷം 25:13, അതുപോലെ മത്തായി സുവിശേഷം തന്നെ 24:36, മത്തായി 24:36, മത്തായി 25:13 യേശു കർത്താവ് പറഞ്ഞു, നാളും നാഴികയും അറിയാകിയാൽ ഉണർന്നിരിപ്പീൻ. നാളും നാഴികയും അറിയാകിയാൽ ഉണർന്നിരിപ്പിൻ. നാളും നാഴികയും അറിയാകിയാൽ ഉണർന്നിരിപ്പിൻ. ഏത് നേരവും സംഭവിക്കാം. സഭ ഏത് നേരം വേണമെങ്കിലും മാറ്റപ്പെടാം. ഇനി സഭ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടാനായിട്ട് ഒരു കാര്യവും നടക്കേണ്ടതായ കാര്യമില്ല. കോടിക്കണക്കിന് വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ കൃപയാൽ അറ്റ് എനി ടൈം ഈ ലോകത്തിൽ നിന്ന് മറയും, ഏത് നേരം. പക്ഷെ ചോദ്യം ഇതാണ്, ആ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടോ? ആ ജീവൻ്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? റേഷൻ കാർഡിലല്ല, സ്തോത്രം ആധാർ കാർഡിലല്ല, പാസ്പോർട്ടിലല്ല, കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുന്നതായ സഭയുടെ ലിസ്റ്റിൽ സ്തോത്രം നിന്റെ പേരുണ്ടോ? അല്ല, നീ ഇന്നും പാപത്തിലാണോ തുടരുന്നത്? ഇന്നും നീ പിന്മാറ്റക്കാരനായിട്ടാണോ തുടരുന്നത്? ഇന്നും ആത്മീയ ജീവിതത്തിൽ നീ ഉഴപ്പിയാണോ ജീവിക്കുന്നത്? ഏത് നേരവും അത് സംഭവിക്കാം. അറ്റ് എനി ടൈം, ഏത് സമയവും സ്തോത്രം അതുണ്ടാകാം. അതുകൊണ്ട് എപ്പോഴും വടി പിടിച്ചും തിടുക്കത്തോടെ യഹൂദന്മാർ പണ്ട് മിസ്രയീം എന്നത് പുറത്തു വരുവാനായി അവരതാ സ്തോത്രം അതെ പെസഹ ഭക്ഷണം ഭക്ഷിച്ചതുപോലെ തിടുക്കത്തോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി തിടുക്കത്തോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ അതേ സമയത്ത് സെക്കൻഡ് കമ്മിങ് ആകുന്ന ആ ഗ്ലോറിയസ് അപ്പിയറൻസ്, ആ മഹത്വ പ്രത്യക്ഷത അങ്ങനെയല്ല. മഹത്വ പ്രത്യക്ഷത ചില കാര്യത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അതിലൊരു 300 സംവത്സരം അല്ലെങ്കിൽ 3.5 വർഷം സംവത്സരമെന്ന് അടിവരയിട്ട് ഞാൻ പറയട്ടെ. 3.5 വർഷം സംവത്സരം, 7 സംവത്സരമാണ് അന്തിക്രിസ്തു ഭരിക്കുന്നത്. ആദ്യത്തെ 3.5 സംവത്സരം സ്തോത്രം അവൻ സമാധാനത്തിൻ്റെ വേഷമിടും. പക്ഷേ പിന്നെ അവസാനത്തെ 3.5 വർഷം അവൻ്റെ തനി നിറം പുറത്തു വരും. ഒരിക്കൽ കൂടെ, ആദ്യത്തെ 3.5 വർഷം അവന് സ്തോത്രം സമാധാനപുത്രനായി അഭിനയിക്കും. പക്ഷേ പിന്നത്തെ
ആ 3.5 വർഷം അവൻ്റെ തനി നിറം പുറത്തു വരും. ഞാൻ വളരെ കൃത്യമായൊരു ദൂത് പറയട്ടെ, നിങ്ങൾക്ക് കരിസ്മ അനുകരിക്കാൻ പറ്റും, നിങ്ങൾക്ക് ക്യാരക്ടർ അനുകരിക്കാൻ പറ്റത്തില്ല. എഴുതിയെടുത്ത് കാണാതെ പഠിക്കാം. സ്തോത്രം. എന്നെപ്പോലെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയും, നത്തിങ് റോങ്. ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രസംഗിക്കുന്ന എല്ലാ എൻ്റെ കുഞ്ഞുങ്ങളും എന്നെപ്പോലെ തന്നെ പ്രസംഗിക്കണം, നോ പ്രോബ്ലം, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എല്ലാ പ്രസംഗവും സ്തോത്രം, അതെ, എൻ്റെ പ്രസംഗം പ്രസംഗിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം അപ്പനെ പോലെ മാത്രമേ മക്കൾ ആദ്യം സംസാരിച്ച് തുടങ്ങത്തുള്ളൂ. അപ്പം വന്ന് ഇവിടുത്തെ തയക്കവും പയക്കവും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, തയക്കവും പയക്കവും എന്ന് പറയുന്ന അപ്പൻ്റെ മക്കൾ വായ തയം എന്നേ പറയത്തുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? കാരണം അപ്പൻ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അതുപോലെയല്ലേ മക്കളെ ഉച്ചരിക്കത്തുള്ളൂ. ആമറായി സ്തോത്രം. സോ നോ പ്രോബ്ലം. അപ്പോൾ എൻ്റെ കരിസ്മ നിങ്ങൾക്ക് കോപ്പി അടിക്കാൻ പറ്റും, നോ പ്രോബ്ലം. എൻ്റെ കരിസ്മ കോപ്പി അടിക്കാം. അങ്ങനെ നമ്മൾ കോപ്പി അടിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന, അതുപോലെ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കാണും, നത്തിങ് റോങ്. അതൊരിക്കലും കുഴപ്പമില്ല. കുറച്ചവരെ വളർന്നു കഴിയുമ്പോഴേക്കും, കുറച്ചവർ വളർന്ന് എൻ്റെ മെച്യൂരിറ്റി ആകുമ്പോഴേക്കും അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് വരും. ആദ്യം പിള്ളേരെങ്ങനെയായിരുന്നു? അമ്മ സാരി ഉടുക്കുന്നത് പോലെ അവർ സാരി ഉടുക്കാൻ നോക്കി, അമ്മ പാത്രം കഴുകുന്ന പോലെ അവരെ പാത്രം കഴുകി, ഒരു 4 പാത്രം അവർ പൊട്ടിച്ചു. പിന്നെയാണ് അവരുടെ കയ്യിൽ ആ പാത്രം ഉറച്ചു തുടങ്ങിയത്. സ്തോത്രം. ഇതാണ് ദൈവത്തിൻ്റെ സഭയിലും സംഭവിക്കുന്നത്, നത്തിങ് റോങ്. സോ എൻ്റെ പോയിന്റ് ഇതാണ്, നിങ്ങൾക്ക് ക്യാരക്ടർ, സ്തോത്രം, അതെ, അനുകരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് കരിസ്മ, അയാളെ പോലെ പ്രസംഗിക്കാനും പ്രവചിപ്പാനും അന്യഭാഷ പറയാനും വർഷിപ്പ് ലീഡ് ചെയ്യാനും കൈയടിക്കാനും ഒക്കെ ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ അന്തിക്രിസ്തുവിന് ഇതാണ് സംഭവിക്കുന്നത്. അന്തിക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്വഭാവം 3 വർഷം കഴിയുമ്പോൾ, 3.5 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം, നിങ്ങൾ എത്ര ആത്മീയം അഭിനയിച്ചാലും, ഞാൻ എത്ര ആത്മീയം അഭിനയിച്ചാലും, യഥാർത്ഥ സ്വഭാവം ഒരു സമയത്ത് പുറത്തു വന്ന് തന്നെ ആകും. യഥാർത്ഥ സ്വഭാവം ഒരു സമയത്ത് പുറത്തു വരും. കണ്ടോ, എല്ലാവരും ശാന്തമായല്ലോ. തനി നിറം ഒരു ദിവസം പുറത്തു വരും. സ്തോത്രം. അങ്ങനെ ആദ്യത്തെ 3.5 വർഷം ആ പുള്ളി എന്ത് ചെയ്തു? അന്തിക്രിസ്തു അവന് സമാധാനപുത്രനായി നിന്നു. പിന്നെയുള്ള 1260 ദിവസം, പിന്നെയുള്ള 3.5 വർഷം അതിഭയങ്കരമായ പീഡയിലൂടെ, സ്തോത്രം, ലോകം കടന്നു പോകും. പിന്നെയാണ് യെരൂശലേമിൽ ദേവാലയം ഉണ്ടാക്കുന്നത്. അത് ഒരു സെഷനാണ്. സ്തോത്രം. ഞാൻ പിന്നെ പറയും തിരുവചനത്തിലെ ദേവാലയങ്ങൾ. അതിലുള്ളതായ ഒരു ദേവാലയമാണ് മഹാപീഡയുടെ കാലത്തുണ്ടാക്കുന്നതായ ദേവാലയം. ആ മഹാപീഡയുടെ കാലത്ത് യഹൂദന്മാരുടെ, സ്തോത്രം, ദേവാലയം യെരൂശലേമിൽ ഉയരുവാൻ വേണ്ടി പോകുന്നു. അതിനുള്ള സകല കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. യഹൂദന്മാർ തന്നെ ഇങ്ങനെ തന്നെ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുവാൻ കഴിയും. അവർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ലോകം ഉറങ്ങട്ടെ, ഉണരുമ്പോൾ ദേവാലയം റെഡിയായി കഴിയും. എന്ന് പറഞ്ഞാൽ വിത്തിൻ ഫ്യൂ അവേഴ്സ്, മണിക്കൂറുകൾ കൊണ്ട് യെരൂശലേമിൽ ദേവാലയം ഉയർത്തേണ്ട ടെക്നോളജി യഹൂദൻ്റെ പക്കലുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ടെമ്പിൾ മ്യൂസിയം എന്നറിയപ്പെടുന്നതായ മ്യൂസിയത്തിൽ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അന്ന് ഉണ്ടാകാൻ പോകുന്നതായ യഹൂദന്മാരുടെ ആ ദേവാലയത്തിൽ പുരോഹിതന്മാർ ധരിക്കുന്നതായ വസ്ത്രം വരെ അവർ അതേ കഴിഞ്ഞു. പുരോഹിതന്മാരുടെ വസ്ത്രം വരെ വളരെ കൃത്യമായി അവർ റെഡിയാക്കി കഴിഞ്ഞു. ഇനി എപ്പോൾ അങ്ങളെ അത് പണിയുന്നത്? അത് അന്ത്യക്രിസ്തു വരുമ്പോൾ പണിയും. പക്ഷെ അന്ത്യക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരു സത്യക്രിസ്തു വരും. സത്യക്രിസ്തുവിൻ്റെ വരവെങ്കിൽ സഭ ഈ ലോകത്തിൽ നിന്ന് പോകും. സത്യക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കുന്ന സഭ ഉള്ളിടത്തോളം കാലം അന്ത്യക്രിസ്തു വരുന്നേ എന്ന് ചിലർക്ക് പറയാനേ പറ്റത്തുള്ളൂ. അവൻ ഒരിക്കലും വരുവാൻ കഴിയത്തില്ല. വഴിയിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് സഭയം കൊണ്ട് പോയതിന് ശേഷം അന്ത്യക്രിസ്തു വരും. സ്തോത്രം. 3.5 വർഷം നല്ല പിള്ള ചമഞ്ഞ് ഒരു വശത്ത് അറബികളെയും മറുവശത്ത് യഹൂദനെയും അതേ ഒരുമിച്ച് കൂട്ടിക്കെട്ടും. ഒരുമിച്ച്, സ്തോത്രം, അതേ, നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കും. 3.5 വർഷം കഴിഞ്ഞ് ആ ദേവാലയത്തിൻ്റെ പണി കഴിയുമ്പോൾ അവൻ പറയും, എൻ്റെ പ്രതിമ അതിൽ വെക്കണം. അവിടെ തെറ്റി, എൻ്റെ പ്രതിമ അവിടെ വെക്കണം. വലിയൊരു വിഷയമാണ്. സ്തോത്രം. എപ്പോഴാണ് യഹൂദൻ്റെ കണ്ണ് തുറക്കുന്ന ഇവൻ നമ്മുടെ മെസ്സിഹ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ യഥാർത്ഥ മെസ്സിഹ ഒരിക്കലും പ്രതിമ വെക്കാൻ പറയത്തില്ല. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം. ദൈവവചനത്തിലെ 10 കൽപ്പനയിലെ 1-ാമത്തെ കൽപ്പനയാണ്, സ്തോത്രം, ഒരു വിഗ്രഹവും അരുത്. മേലെ ആകാശത്തിൽ താഴെ ഭൂമിയിൽ, ഭൂമിക്ക് താഴെ സമുദ്രത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമയരുത്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഒന്നിൻ്റെയും പ്രതിമയരുത്. നിങ്ങളുടെ ആ ഷോ കേസും ആ സ്തോത്രം ക്യൂരിയോസൊക്കെ ഇരിക്കുന്ന അലമാരയൊക്കെ നോക്കി എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ പറയണം? ഒന്നിൻ്റെയും പ്രതിമയരുത്. വീട്ടിൽ പ്രതിമയുള്ളവർ എടുത്ത് പുറത്തു കളഞ്ഞാട്ടെ. ഹല്ലേലൂയ. കാരണം അത് നിർദ്ദേശമല്ല, അത് കൽപ്പനയാണ്.
ഇവിടേക്ക് ഇതാ ലോകത്തിൻ്റെ പ്രസിഡൻ്റായി, ലോകത്തിൻ്റെ ഏറ്റവും നല്ല പ്രധാനമന്ത്രി എന്ന് പേരെടുത്തിരിക്കുന്ന സ്തോത്രം അന്തിക്രിസ്തു എൻ്റെ പ്രതിമ വെക്കണമെന്ന് പറയുമ്പോഴേക്കും അന്ന് യഹൂദന്മാർ സ്തോത്രം എതിരായി 1260 ദിവസം അതിശക്തമായിട്ടുള്ള എതിർപ്പിലൂടെ യഹൂദൻ കടന്നു പോകും. ഇപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ 2 സാക്ഷികൾ ഇറങ്ങി നിന്ന് അവർ പ്രവചിക്കുന്നത്. അതിശക്തമായിട്ടുള്ള സ്തോത്രം കോൺഫ്രണ്ടേഷനിലൂടെ, ഞെരുക്കത്തിലൂടെ, വെല്ലുവിളിയിലൂടെ യഹൂദൻ കടന്നു പോകും. ഹിറ്റ്ലറുടെ കാലത്ത് 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടതിനേക്കാൾ ഏറ്റവും ഭയങ്കരമായ പീഡയിലൂടെ യഹൂദന്മാർ അന്ന് കടന്നു പോകും. സ്തോത്രം. ആ യഹൂദന്മാർ അനുഭവിക്കുന്ന പീഡ, ആ പീഡയുടെ പേര് മഹാപീഡ എന്നാണ്. അന്ന് സ്തോത്രം ഈ സുവിശേഷം കേട്ടിട്ട് നേരെ ചൊവ്വേ ജീവിക്കാതെ കൈവിട്ടു പോയവരും ആ പീഡ അനുഭവിക്കും. അതിഭയങ്കരമായ പ്രശ്നമാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും നിങ്ങൾക്ക് പുറത്തിറങ്ങി വാങ്ങാൻ കഴിയാത്ത കാലം, ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്തതായ കാലം, അതികഠിനമായ പീഡയിലൂടെ സ്തോത്രം അന്ന് കടന്നുപോയി. ഇന്ന് ഈ ദൂതിന് ഉഴപ്പിയായിരിക്കുന്ന, പക്ഷെ അന്ന് ആ ദൂതിന് വേണ്ടി അന്ന് ഈ ദൂത് ഭയങ്കരമായി അവർ ഏറ്റെടുക്കുക. അന്ന് ഈ ചാനലും പരിപാടിയൊന്നും കാണത്തില്ല ലോകത്തൊരിക്കലും. സ്തോത്രം അത് ഒരു യൂട്യൂബും ഒരു ചാനലുകളും കാണത്തില്ല. എല്ലാം സ്തോത്രം അന്ന് അന്തിക്രിസ്തു ബ്ലോക്ക് ചെയ്തിരിക്കും, എല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്തിരിക്കും. നോർത്ത് കൊറിയയിലേക്ക് ബൈബിൾ കയറ്റത്തില്ല. നോർത്ത് കൊറിയയിലെ സ്തോത്രം കിം ജോങ് ഉൻ എന്ന് പറയുന്നതായ ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്തോത്രം ബൈബിൾ കയറ്റത്തില്ല. ഞാൻ സ്തോത്രം മീഡിയ കണ്ടിട്ടുണ്ട്. സൗത്ത് കൊറിയൻ വിശ്വാസികൾ കുപ്പികളിലാണ് ബൈബിൾ സ്റ്റോറികളും ബൈബിൾ പേജുകളും കുപ്പികളിൽ നിറച്ചാണ് ആ കുപ്പികൾ നദിയിലേക്ക് വലിച്ചെറിയും. നദിയിലൂടെ ഒഴുകിയാണ് നോർത്ത് കൊറിയയിലേക്ക് ബൈബിളിൻ്റെ ചില പേജുകളെങ്കിലും ചില സ്റ്റോറിയെങ്കിലും അവർക്ക് കിട്ടുന്നത്. നമുക്ക് എത്ര വലിയ ഭാഗ്യമാദ്യം തന്നിരിക്കുന്നത്. നമുക്കാണെങ്കിൽ വേദപുസ്തകം സ്തോത്രം ബൈബിൾ തട്ടി വീട്ടിൽ ജീവിക്കാൻ വയ്യ. നമുക്ക് എല്ലായിടത്തും ബൈബിളാണ്, എല്ലാ റൂമിലും ബൈബിളാണ്, നമുക്ക് കാറിൽ കയറിയാലും ബൈബിളാണ്. നമ്മുടെയൊക്കെ കാറിലൊക്കെ ബൈബിളുണ്ട്, നമ്മളെവിടെ പോയാലും ബൈബിളാണ്. ഫോണിൽ 2-3 വേർഷൻ ബൈബിളാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ നോർത്ത് കൊറിയക്കാർക്ക് അങ്ങനെയല്ല, ചില പേജസ് മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ബൈബിളില്ല കാലം, പ്രാസംഗികന്മാരില്ലാത്ത കാലം. പക്ഷെ അന്ന് ഈ ദൂത് നീ ഓർക്കും. നേരെ ചൊവ്വേ ഇന്ന് ജീവിക്കാതെ കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടിരിക്കുന്നതായ സ്തോത്രം പിന്മാറ്റക്കാരാണ്. അന്ന് ഓർക്കും, ഓഹോ അന്ന് 3.5 വർഷം 7 വർഷത്തെ മഹാപീഡയിൽ അവസാനത്തെ 3.5 വർഷം ഭയങ്കര പീഡയായിരിക്കും. അങ്ങേറ്റത്തെ പീഡ സ്തോത്രം അങ്ങേറ്റത്തെ പീഡയിലായിരിക്കുമ്പോൾ 1260 ദിവസം അത് കഴിയുമ്പോഴാണ് യേശുവിൻ്റെ മേഘപ്രത്യക്ഷത വെളിപ്പെടുന്നത്. ആ പീഡയുടെ അങ്ങേയറ്റത്താണ്. സോ അത് പ്രീ ഡെസ്റ്റിൻഡ് ആണ്. ചില പ്രത്യേക കാര്യങ്ങൾക്ക് ശേഷമാണ് യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത നടക്കുന്നത്. മഹാപീഡയെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങളും കേൾക്കും. സ്തോത്രം. ചില പ്രത്യേക ഈവൻറ്റുകൾക്ക് ശേഷമാണ്, ചില പ്രത്യേക സംഭവങ്ങൾക്ക് ശേഷമാണ് കർത്താവിൻ്റെ പ്രത്യക്ഷ വരവാകുന്ന മഹത്വ പ്രത്യക്ഷത വരുന്നത്. പക്ഷേ സഭയെ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, സ്തോത്രം. എന്നാൽ യേശു കർത്താവ് സഭയ്ക്ക് വേണ്ടി വരുന്നതായി ഉൾപ്രാപണത്തിന് വേണ്ടി ഇനി ഒരു സ്തോത്രം അലേർട്ടുമില്ല, ഒരു പ്രവചനങ്ങളുമില്ല. ഏത് നേരവും കർത്താവ് സ്തോത്രം കടന്നു വന്ന് ദൈവത്തിൻ്റെ സഭയെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നല്ല, സ്തോത്രം അങ്ങനെയാണ് സംഭവിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. മാത്രമല്ല, ഇത് പഴയ നിയമത്തിൻ്റെ യഹൂദന്മാരുടെ സ്തോത്രം കൾച്ചറുമായിട്ടുള്ള പഴയ നിയമവുമായിട്ടുള്ള ഒരു നിഴലാണ്. കാര്യമെന്തെന്നറിയോ? സ്തോത്രം. അതിൻ്റെ നിഴലെന്ന് പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ പൗലൂസ് സഭയെ നോക്കി പ്രകാരം പറയുന്നു, ക്രിസ്തുവിൻ്റെ നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സഭയെ നോക്കി പറയുകയാണ്, നിങ്ങളെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്താണ് ആ വിവാഹ നിശ്ചയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു യഹൂദ ചെറുക്കൻ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രപ്പോസൽ വന്നാൽ ആ പെൺകുട്ടിയെ അവന് ഇഷ്ടപ്പെട്ടാൽ, പേരൻസ് പറയുമായിരിക്കും ഇന്നടുത്ത് ഒരു പെൺകുട്ടിയുണ്ട്, അവൻ പോയി ആ കുട്ടിയെ കണ്ട് അവളോട് സംസാരിച്ച് അവളെ ഇഷ്ടപ്പെട്ടാൽ അവരെ ഫിക്സ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ചെറുക്കനെ ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പാനായി എൻഗേജ് ചെയ്യുന്നതായ ഒരു ദിവസം. ആ ദിവസത്ത് അവരുടെ എൻഗേജ്മെൻ്റ് അത് തന്നെ സ്തോത്രം. ആ ദിവസം അവിടെ വീട്ടിൽ നിന്ന് അവിടെ ഹെറിഡിറ്ററിയായി ലഭിച്ചിരിക്കുന്ന, പാരമ്പര്യമായി ലഭിച്ചിരിക്കുന്ന ചില പ്രത്യേക നാണയങ്ങളുമായി ആ പിതാക്കന്മാർ, കാരണവന്മാർ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് ആ പാരമ്പര്യമായി ലഭിച്ചിരിക്കുന്നതായ ആ നിക്ഷേപം ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നിന്നെ ഞങ്ങൾക്ക് ബോധിച്ചിരിക്കുന്നു, പക്ഷേ വിവാഹം എന്ന് നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവളെന്ത് ചെയ്യും? ഈ സ്തോത്രം തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരറ്റത്ത് ലോങ് ഷോളൊക്കെ കാണും, നല്ല ലോങ് ഷോൾ. നമ്മളിവിടെ
ഈ ലോങ് ഷോളൊക്കെ ഇപ്പോൾ കണ്ടിട്ട് വർഷങ്ങളായി. നമ്മുടെ ഇവിടെയൊക്കെ ഓരോ ഞായറാഴ്ച കഴിയും തോറും ഷോളിൻ്റെ നീളം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ സ്തോത്രം ചില ഷോളൊക്കെ ഹാളിൽ വരുമ്പോൾ ഈ ഹാൻഡ് കർച്ചീഫിനേക്കാൾ നീളം കുറഞ്ഞിരിക്കുക. പക്ഷെ അങ്ങനെയല്ല, യഹൂദന്മാരെ സംബന്ധിച്ച് ലോങ് ഷോളാണ്. അവർ പല ആവർത്തി വലിച്ചു ചുറ്റിയാൽ മാത്രമേ അവരുടെ ബോഡിയുടെ ഷേപ്പ് കാണാതെ അവർക്ക് മാനമര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ബോഡി ഷേപ്പ് കാണിച്ചല്ല ജീവിക്കുന്നത്, ബോഡി ഷേപ്പ് കാണിക്കാതെ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. കാരണം സ്തോത്രം, ദൈവസഭയിൽ വരുന്നത് റാം വാക്കിന് വേണ്ടിയല്ല, ഫാഷൻ പരേഡിനല്ല ദൈവസഭ വരുന്നത്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവസഭ വരുന്നത്. ഗുണപ്പെട്ടതാണോ ഗുണപ്പെടാത്തതാണോ എന്ന് ചർച്ച വരുമ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ സമൂഹത്തിൽ വെച്ച് കണ്ടാൽ അറിയാം. സോ അങ്ങനെ ഈ യഹൂദ സ്ത്രീക്ക് ഈ കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്നതായ ആ നിക്ഷേപം അതവളെ ഷോളിൻ്റെ ഒരു ഭാഗത്ത് അവൾ കെട്ടിയിടും. പിന്നെ അവൾ ഇത് കളയത്തില്ല. കുളിക്കാൻ പോകുമ്പോഴും മാർക്കറ്റിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും അവളുടെ ഷോളിൻ്റെ ഒരറ്റത്ത് ഈ സംഭവം ഉണ്ടായിരിക്കും. അപ്പം നാട്ടുകാർ അവൾ ആ വസ്ത്രത്തിൻ്റെ ആ തലയ്ക്കുള്ള പൊടിപ്പ് കാണുമ്പോൾ, പൊടിപ്പെന്നല്ലേ പറയുന്നത്, ആ കെട്ട് കാണുമ്പോൾ അറിയാം അവളെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞ കുട്ടിയാണ്. അവളെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു, അവളെ ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. അർത്ഥം, നിൻ്റെ ജീവിതത്തിൻ്റെ നടപ്പ് കാണുമ്പോൾ ദുരാത്മാവ് പറയണം, നിൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞതാണ്, നിന്നെ ഇനി കിട്ടത്തില്ല. എത്ര ചൂളം അടിച്ചാലും, എത്ര പോർണോഗ്രഫി സൈറ്റ് നീ ലോഡ് ചെയ്താലും, എത്ര വശീകരണം വന്നാലും നിന്നെ കിട്ടത്തില്ല. വലത് കരം സ്വന്തം മാറുപടി ചേർത്ത് വെച്ചിട്ട് പറ, എന്നെ കിട്ടത്തില്ല പറ. കാരണം നിന്നെ കിട്ടേണ്ടവന് കിട്ടിക്കഴിഞ്ഞു, നിന്നെ ബോധിക്കേണ്ടവന് ബോധിച്ചു കഴിഞ്ഞു, നിന്നെ എടുക്കേണ്ടവനെ എടുത്തു കഴിഞ്ഞു. നീ ലോകത്തിൻ്റെ യാതൊരു വശീകരണങ്ങളിലേക്ക് നീ പോകല്ല. സ്തോത്രം. എന്നിട്ട് ഈ ഫിക്സേഷൻ നടന്നു കഴിഞ്ഞാൽ മാസങ്ങൾ കഴിയും, വർഷങ്ങൾ കഴിയും. അപ്പോൾ ഈ ചെറുക്കൻ കൂട്ടര് ഈ സമ്പത്തെല്ലാം കൊടുത്തിട്ട് ആ കല്യാണം പിന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. പോയിട്ട് ഈ ചെറുക്കൻ എന്ത് ചെയ്യുന്നറിയോ, ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോയി അവളോട് കൂടെ താമസിക്കാൻ അവന് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണം. സ്വന്തമായി, അതാണ് യഹൂദന്മാരുടെ വേദപുസ്തകത്തിൻ്റെ കൾച്ചർ. സ്വന്തമായിട്ട് അവൻ വീടുണ്ടാക്കണം. അല്ലാതെ അപ്പൻ്റെ വീടിൻ്റെ അടുക്കളയ്ക്ക് ഇപ്പുറത്ത് ഒരു ബെഡ്റൂം ഇപ്പുറത്ത് എക്സ്റ്റെൻഡ് ചെയ്തല്ല അവൻ പാർക്കുന്നത്. അവന് സെപ്പറേറ്റ് ഒരു വീട് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും. സ്തോത്രം. അപ്പോൾ അപ്പൻ്റെ വീടിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല. നമുക്ക് സെപ്പറേറ്റ് വീടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് താമസിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സഭയുടെ വീടിൻ്റെ പണി സ്തോത്രം നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് തീരാറുക. സ്തോത്രം. ആ പണി തീർന്നു കഴിയുമ്പോഴേക്കും ആ ചെറുക്കൻ അപ്പൻ്റെ അടുത്ത് വന്നിട്ട് പറയും, പപ്പ സ്തോത്രം, അല്ലെങ്കിൽ ഡാഡി, അല്ലെങ്കിൽ അപ്പ, ആ വീടിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അപ്പനാണ് തീരുമാനിക്കുന്നത്, ഓഹോ വീടിൻ്റെ പണി കഴിഞ്ഞോ, ഇപ്പോൾ പോകണോ, നാളെ രാവിലെ പോകണോ, നാളെ വൈകിട്ട് പോകണോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകണോ, അല്ലെങ്കിൽ ചില മണിക്കൂർ കഴിഞ്ഞിട്ട് പോകണോ, എപ്പോൾ പോയി ആ പെണ്ണിനെ വിളിച്ചിട്ട് വരണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? അപ്പനാ തീരുമാനിക്കുന്നത്. അപ്പനെ അറിയത്തുള്ളൂ ആ ടൈം. സ്തോത്രം. ദൂതൻ അറിയത്തില്ല, ദാസന്മാർക്ക് അറിയത്തില്ല, ഈ വരുന്ന മോന് പോലും അറിയത്തില്ല, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലായ റാമേൻ പറഞ്ഞാട്ടെ. കർത്താവ് യേശുവിന് അറിയത്തില്ല, നിന്റെ കൂടെ നിന്ന് നിന്നെ സഹായിക്കുന്ന ദൂതന്മാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, നാളെ നാളെ അറിയാകിയാൽ നിങ്ങൾ ഉണർന്നിരിപ്പേൻ. ഈ പറഞ്ഞ കർത്താവിന് പോലും അത് അറിയത്തില്ല, പക്ഷെ വരുവാനുള്ളവൻ വരും. ആ സ്തോത്രം. അതെ, പണി കഴിഞ്ഞു കഴിയുമ്പോൾ അതെ അപ്പൻ പറയും, എന്തു ചെയ്യും? സ്തോത്രം, നീ പോയി അതെ അവളെ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ പിതാവ് പറയുന്ന ആ സമയത്താണ് സ്വർഗത്തിൻ്റെ പോർച്ചിലേക്ക് അവൻ സ്റ്റെപ്പിൻ ചെയ്തിട്ട് പറയുന്നത്, ഇവിടെ കയറി വരുവൻ. 7 ദിവസമാണ് അവരുടെ വെഡിങ് സെലിബ്രേഷൻ. ഞാൻ കണ്ടിട്ടുണ്ട് യഹൂദന്മാരുടെ വിവാഹത്തിൻ്റെ സെലിബ്രേഷൻ 7 ദിവസമാണ്, ഒരാഴ്ചയാണ്. ഇതുപോലെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അത് 7 ദിവസത്തെ 7 വർഷത്തെ ഒരു ഉത്സവ ദിവസമാണ് ഇവിടെ മധ്യാകാശത്ത് നടക്കുന്നത്. അവിടെയാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-7 വാക്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസം വന്നുവല്ലോ. സോ ദ ലാംബ്, ദ മാരേജ് ഓഫ് ദ ലാംബ്. സ്തോത്രം. സോ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആ സെലിബ്രേഷൻ ഈ ഭൂമിയിലാണെങ്കിൽ 7 ദിവസത്തെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടാണ് അവർ സ്തോത്രം സമൂഹത്തിൻ്റെ നടുവിൽ, ബന്ധുക്കളുടെ നടുവിലേക്ക് അവർ ഇറങ്ങി വരുന്നത്.
സോ ഇതേപോലെ സ്തോത്രം 7 വർഷത്തെ ആ മധ്യാകാശത്തിൽ നടക്കുന്നതായ ആ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട്, ആ ആഘോഷം കഴിഞ്ഞിട്ടാണ് ഒലിവുമലയിൽ യേശു കർത്താവ് തൻ്റെ മണവാട്ടിയാകുന്ന സഭയും തൻ്റെ ദൂതന്മാരുമായി ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് സ്തോത്രം. സോ അങ്ങനെ ആ ഉത്സവത്തിന് ശേഷമാണ് ഇറങ്ങി നിൽക്കുന്നത്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങൾ എന്തിൻ്റെ ജനമാണ്? നിങ്ങൾ വിലാപത്തിൻ്റെ ജനമല്ല, പകരം നിങ്ങൾ ഉത്സവത്തിൻ്റെ ജനമാണ്. ജീവിതത്തിൽ വിലാപങ്ങൾ ഉണ്ടായിരിക്കാം സഹോദരങ്ങളെ, പക്ഷേ എന്നും വിലാപങ്ങളല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം, അതെ സ്തോത്രം, അതെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ മുൻപിലുണ്ട്. ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ മുൻപിലുണ്ട്. ഞാൻ അവസാനിപ്പിച്ചു, ഞാൻ നിർത്തി. എന്നിട്ട് സ്തോത്രം, അതെ, സഭ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നു. സഭ മണവാട്ടിയായി സ്വീകരിക്കപ്പെടുന്നു. പക്ഷേ യഹൂദന്മാർ യേശു എന്ന് കേട്ടാൽ ഇന്നും ഉടക്കാണ്. ഓഫ്കോഴ്സ് ലക്ഷക്കണക്കിന് യഹൂദന്മാർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, മെസ്സിഹായി സ്വീകരിച്ച്, മെസ്സിയാനിക് ജ്യൂസായിരിക്കുന്ന ലക്ഷക്കണക്കിന് യഹൂദന്മാരുണ്ട്. പക്ഷേ അതൊരു 10% 15% ആയിരിക്കാം. ബാക്കിയുള്ള 85% യേശുവിനെ മെസ്സിയായി അംഗീകരിച്ചിട്ടില്ല. എനിക്ക് നേരമില്ല എല്ലാം പറയാൻ, പെട്ടെന്ന് പറഞ്ഞു പോകാം. സ്തോത്രം. വീണ്ടും അടുത്ത ദിവസങ്ങൾ നമ്മൾ കേൾക്കും. സഖരിയാ പ്രവചനം 14 അധ്യായം 13-14 അധ്യായം വായിക്കുമ്പോൾ, 13-14 അധ്യായം വായിക്കുമ്പോൾ സ്തോത്രം, അതേ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. അപ്പോൾ അവിടെ മനസ്സിൽ കിടക്കുന്ന യേശു എന്ന് പറയുന്നത് കയ്യിലും കാലിലും വിലാപ്പുറത്തും മുറിവുള്ള ഒരുത്തനല്ല. അവിടെ ഹൃദയത്തിൽ കിടക്കുന്നത് ഒരു ചാമ്പ്യൻ യേശുവിനാണ്. ഒരു മുറിവേറ്റ യേശുവല്ല അവരുടെ സ്തോത്രം ഹൃദയത്തിൽ കിടക്കുന്നത്. അപ്പോൾ അന്ന് ആ യഹൂദന്മാർ ഇപ്രകാരം ചോദിക്കും, സ്തോത്രം, നിന്റെ കയ്യിലെയും കാലിലെയും മുറിവെന്ത്? നിന്റെ കയ്യിലെയും കാലിലെയും മുറിവെന്ത്? സഖരിയാവ് എഴുതിയിരിക്കുകയാണ്, നിന്റെ കയ്യിലെയും കാലിലെയും മുറിവെന്ത്? അപ്പോൾ സ്തോത്രം കർത്താവ് ഇപ്രകാരം പറയും, യേശു കർത്താവ് ഇപ്രകാരം പറയും, നിൻ്റെയൊക്കെ വലിയപ്പച്ചന്മാർ എന്നെ തല്ലിക്കൊന്നത് എന്നാണോ പറയുന്നത്? നോ. യേശുവിൻ്റെ അധരത്തിൽ എന്തില്ല? കയ്പില്ല. യേശുവിൻ്റെ അധരത്തിൽ പകയില്ല. യേശുവിൻ്റെ അധരത്തിൽ പിണക്കമില്ല. പകരം കർത്താവ് പറഞ്ഞ്, എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. സഖരിയ 13-14 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. സ്തോത്രം. അതെ, സഖരിയ 13:6 നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച്, എന്നെ സ്നേഹിച്ചവരുടെ നല്ല സ്നേഹിക്കുന്ന കണ്ടിന്യൂസ് പ്രോസസ്സാണ്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടികൊണ്ടതാകുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, യേശുവേ, നിനക്ക് ഈ മുറിവുണ്ടായി, ഈ മുറിവുണ്ടായത് കൊണ്ട് ഈ പെയിൻ നിനക്കെന്തോ തന്നേ? കർത്താവ് പറയും, സ്തോത്രം, ഈ പെയിൻ എനിക്കൊരു ഗെയിനായിരുന്നു. ഈ പെയിൻ എനിക്കൊരു ഗെയിനായിരുന്നു. എന്താ കർത്താവേ, ഈ പെയിൻ എങ്ങനെയാണ് നിനക്ക് ഗെയിൻ എന്ന് പറയാൻ കഴിയുന്നത്? അപ്പോൾ യഹൂദൻ ചോദിക്കും, ഈ മുറിവ് നിനക്ക് എന്താ, ഈ പെയിൻ എങ്ങനെയാണ് നിനക്ക് ഗെയിനായത്? അപ്പോൾ യേശു പിന്നിലേക്ക് തിരിഞ്ഞ് എന്നെ നോക്കും, നിങ്ങളെ നോക്കും, സഭയെ നോക്കും, എന്നെ നോക്കും. ആ മുറിവുകൾ, ആ അടിപ്പിണരുകൾ, ആ പെയിൻ, അവൻ പറയും, ആ പെയിൻ എനിക്ക് ഗെയിനായിരുന്നു. അവൻ മുറിവേറ്റത് കൊണ്ട് അവൻ ആരെ കിട്ടി? അവന് നമ്മളെ കിട്ടി. അവൻ പെയിൻ ഏറ്റത് കൊണ്ട്, അവൻ മുറിവേറ്റത് കൊണ്ട്, അവൻ വേദനയുള്ളവരെ പോയത് കൊണ്ട് അവന് നിന്നെ കിട്ടി. അതുകൊണ്ട് ഞാൻ നിന്നെ നോക്കി പറയട്ടെ, ഏത് പെയിൻ വന്നാലും ആരെ തള്ളല്? യേശുവിനെ തള്ളല്. ഗദശമനയിൽ കിടന്ന് പിടയുമ്പോഴും യേശുവിൻ്റെ ഹൃദയത്തിൽ നീ ഉണ്ടായിരുന്നു. ക്രൂശിൽ തൂങ്ങി നിൽക്കുമ്പോഴും യേശുവിൻ്റെ ഹൃദയത്തിൽ നീ ഉണ്ടായിരുന്നു. 39 പ്രാവശ്യം ചാട്ടവാർ കൊണ്ട് അടിയേൽക്കുമ്പോഴും യേശുവിൻ്റെ ഹൃദയത്തിൽ നീ ഉണ്ടായിരുന്നു. 1 കിലോമീറ്റർ 200 മീറ്ററും ക്രൂശ് ചുമന്നാണ് ചരിത്രം പറയുന്നത്. ആ 1200 മീറ്റർ ക്രൂശ് ചുമക്കുമ്പോഴും യേശുവിൻ്റെ ഹൃദയത്തിൽ നീ ഉണ്ടായിരുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. പലരുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങൾ പോയി. ഇത് ഇൻകംപ്ലീറ്റ് ആണ്. ഞാൻ കൊണ്ടുവന്ന പലതും പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് ചലിക്കുന്ന ഈ നല്ല സമയത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. രഞ്ജിത്ത് വന്നേ, കീബോർഡ് തൊട്ടെ. ഞാൻ പറയട്ടെ, പലരുടെ ഹൃദയങ്ങളിൽ നിന്നും പലരുടെ ചിന്തകളിൽ നിന്നും നിങ്ങൾ പോയി. പലരും നിങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കി. നിങ്ങൾ മുറിവേറ്റ് പുറത്തു വന്നു. പക്ഷേ യേശു കർത്താവിനെ പറവാൻ തക്കോണം കഴിയും, ഞാൻ മുറിവേറ്റത് കൊണ്ട് നീ അകത്ത് വന്നു. നിങ്ങൾ പലരിൽ നിന്നും മുറിവേറ്റ് പുറത്ത് വന്നു.
പക്ഷേ യേശു മുറിവേറ്റതുകൊണ്ട് നിങ്ങൾ അകത്ത് വന്നു. അതുകൊണ്ട് യേശുവിൻ്റെ മുറിവുകൾ ഒരിക്കലും തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായി. ആ മുറിവുകളുടെ നടുവിൽ there is a ministry of reconciliation was going on between the Lord and the Jewish people. യഹൂദന്മാരും കർത്താവുമായി വലിയൊരു നിരപ്പിൻ്റെ ശുശ്രൂഷ അവിടെ നടക്കുകയാണ്. ഇക്കാര്യം കൂടെ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടക്കിണറ്റിൽ കിടന്നവൻ, അടിമച്ചന്തയിൽ നിന്നവൻ, കാരാഗൃഹത്ത് കിടന്നവൻ തൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് സഹോദരന്മാർക്ക് വിളമ്പിക്കൊടുത്തതുപോലെ, യോസെഫ് മാനിക്കപ്പെട്ടവനായി കണ്ടതുപോലെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവായ യേശുവും തൻ്റെ സഹോദരന്മാരാകുന്ന യഹൂദന്മാരുടെ നടുവിൽ അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായി അവൻ നിൽക്കുവാൻ വേണ്ടി പോകുന്നു. വലിയ ശുശ്രൂഷ സഭ കാണാൻ വേണ്ടി പോവുകയാണ്. കർത്താവും യഹൂദന്മാരും, യഹൂദൻ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അബ്രഹാമിൻ്റെ സന്തതിയാകുന്ന യഹൂദൻ മെശിഹായി യേശുവിനെ സ്വീകരിക്കുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. രക്ഷ ജൂഡായിസത്തിലൂടെയില്ല, രക്ഷ ക്രിസ്ത്യാനിറ്റിയുടെ ഏതോ ഡിനോമിനേഷനിലൂടെയില്ല. രക്ഷ ക്രൈസ്റ്റിലൂടെ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടത്തില്ല, യഹൂദൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടത്തില്ല, ഓർത്തഡോക്സോ കാത്തലിക്കോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടത്തില്ല, പെന്തിക്കോസോ മർത്തോമയോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടത്തില്ല. പിന്നെ എങ്ങനെയാൽ രക്ഷിക്കപ്പെടുന്നത്? കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു. യഹൂദനാണെങ്കിലും യേശുവിലൂടെ മാത്രമാണ് അവൻ രക്ഷിക്കപ്പെടുന്നത്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഏകനാമം നസ്രേനായ യേശുവിൻ്റെ നാമം മാത്രമാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ, കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. എല്ലാ മഹത്വം അങ്ങയ്ക്ക്. അതേ കർത്താവേ, കാലാകാലങ്ങളിൽ അങ്ങ് ഞങ്ങളെ കർത്താവെന്ന് ഏറ്റുപറവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതായ വിലയേറിയ സമയത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയും യേശു എന്ന് പറയുമ്പോൾ ഭൂതങ്ങൾ വിറയ്ക്കുന്നു. ഇന്ന് രാത്രിയും യേശു എന്ന് പറയുമ്പോൾ ശാപങ്ങൾ നടുങ്ങുന്നു. ഇന്ന് രാത്രി യേശു എന്ന നാമത്തിൽ ബലഹീനതകളും രോഗങ്ങളും മുട്ടുമടക്കുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങളുടെ മുട്ടുകളും മടങ്ങിയത് അങ്ങയുടെ നാമത്തിലാണ്. യഹൂദന്റെ മുട്ടും നാളെ മടങ്ങാൻ വേണ്ടി പോകുന്നത് അങ്ങയുടെ നാമത്തിലാണ്. രണ്ട് കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, അങ്ങ് ഞങ്ങളുടെ കർത്താവ്. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും
സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. യേശു മാത്രം കർത്താവ്. വിളിച്ചു പറഞ്ഞ ആരാ കർത്താവ്? യേശു മാത്രം കർത്താവ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് എഴുതിയിരിക്കുന്നു, അവൻ്റെ നാമത്തിൽ പാപമോചനമുണ്ടെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. വേറെ ഒരു നാമത്തിലുമല്ല, യേശുവിൻ്റെ നാമത്തിൽ മാത്രം പാപമോചനമുണ്ട്. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെടട്ടെ. യേശു വേഗം വരുന്നു. കാലം ഇനി അധികമില്ല. എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. സകലതും തയ്യാറാകുകയാണ്. ഇന്നലത്തെ ബഡ്ജറ്റിലുണ്ടായിരുന്നു യേശുവിൻ്റെ വരവ് ശീഘ്രമായി. ഇന്ന് രാവിലത്തെ പേപ്പറിലുണ്ടായിരുന്നു യേശു വാതിക്കൽ ആയിരിക്കുന്നു. വൈകിട്ടത്തെ TV ന്യൂസ് പറയുന്നു ഏത് നേരവും കാഹളം ധ്വനിക്കും. ദൈവത്തിൻ്റെ ജനം ഒരുങ്ങിയും ഉണർന്നും കാത്തിരുന്നാട്ടെ. ലോകമയം വിട്ടുപോകട്ടെ. ലോക സ്നേഹം കുറയട്ടെ. ലോക സ്നേഹം ചാകട്ടെ. ദൈവ സ്നേഹം വർദ്ധിക്കട്ടെ. ലോകത്തെ വെറുത്താട്ടെ. ദൈവത്തെ സ്നേഹിച്ചാട്ടെ. പിശാചിന്റെ ശത്രുവായി ജീവിക്കുക, അർത്ഥം ദൈവത്തിന്റെ സ്നേഹിതനായി ജീവിക്കുക.